യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:1 യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:1. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. ഒരു നിമിഷം കണ്ണടയ്ക്കുക, പ്രാർത്ഥിക്കുക. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യാണ്. ഈ വചനത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ജ്ഞാനത്തിലും കൃപയിലും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ അസമാധാനങ്ങളെയും ഞാൻ ശാസിച്ച് ഭർസിച്ച് മാറ്റുന്നു. കർത്താവെ, ഇതിനകത്തിരിക്കുന്ന ഓരോ മക്കളും അനുഗ്രഹിക്കപ്പെടണം. ഈ ശബ്ദം കേൾക്കുന്ന മന്ന TV-യിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെ ലോകമെമ്പാട് കേൾക്കുന്ന സകലവരെയും ദൈവം അനുഗ്രഹിപ്പാൻ ദൈവയുടെ വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് സംസാരിക്കണം. ഏതാത്മാവിലാണോ എഴുതപ്പെട്ട അതേ ആത്മാവിൽ നിന്ന് ദൈവാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം ഇവിടെ ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ഓരോ മക്കളിൽ മേൽ ദൈവകൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം ഇവിടെ വിടുതൽ സംഭവിക്കുവാൻ, അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ, ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തണം, ഒരു മാറ്റം വരുത്തണം. കല്ല് മാറിയതുപോലെ ജീവിതത്തിലെ കല്ലുകൾ മാറിപ്പോകുവാൻ, ശത്രു അടച്ചു വെച്ചതിനെ ശത്രു ഒരിക്കലും തുറക്കില്ല എന്ന് വാദിച്ചെടുത്ത് സ്വർഗ്ഗ തുറക്കത്തക്കവണ്ണം ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുത്താനായി സ്തോത്രം ചെയ്യാണ്. അവിടെ നിന്ന് അധ്യക്ഷനായി കൂടെ ഇരിക്കണം. സകല യേശു ക്രിസ്തുവിന്റെ നാമത്തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 20:1. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് മറ്റൊരു ഭാഗമാണ്. അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കും. എന്നാൽ നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്ന ദിനത്തിൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഈസ്റ്ററിന് സന്തോഷിക്കുന്നത്. സന്തോഷിക്കുന്ന യേശു എന്നും ജീവിക്കുന്ന ഒരു ദൈവമാണ്. യേശു എന്നും ജീവിക്കുന്ന ദൈവമാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്തോഷത്തിൽ ഇന്ന് എല്ലാവരും സന്തോഷത്തിൻ്റെ ദിനമായിരിക്കുമ്പോൾ മനസ്സിനകത്തൊരു സന്തോഷം കൊണ്ടുവരണം. കാര്യം എന്താണ്? എൻ്റെ കൂടെ എൻ്റെ യേശു ഉണ്ട്, എൻ്റെ കൂടെ യേശു ഉണ്ട്, എൻ്റെ കൂടെ യേശു ഉണ്ട്. കാര്യം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു. ആമേ, ഹാല. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യാണ്. ഇവിടെ ക്രൂശീകരണം കഴിഞ്ഞ് യേശുവിനെ കല്ലറയിൽ അടക്കം ചെയ്തതിന് ശേഷം, എന്നാൽ ആദ്യമായിട്ട് യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനോട് വെച്ചു. ആദ്യത്തെ ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയിൽ ചെന്നു. എന്താ മഗ്ദലക്കാരി മറിയ മാത്രം ഇരുട്ടുള്ളപ്പോൾ കല്ലറയിൽ ചെന്നത്? മഗ്ദലക്കാരി മറിയയ്ക്ക് കിടന്നിട്ട് ഉറക്കമില്ല. ശിഷ്യന്മാർ നല്ലപോലെ കിടന്ന് ഉറങ്ങുമ്പോൾ എൻ്റെ യേശുവിനെ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, കല്ലറയ്ക്കകത്ത് വെച്ചിട്ട് ഭാരപ്പെടുന്ന കല്ലറയ്ക്കകത്ത് യേശു ഉണ്ട്. പക്ഷേ 3-ാം ദിവസം രാവിലെ ഇരുട്ടുള്ള സമയത്ത് ശിഷ്യന്മാർക്ക് ആർക്കുമില്ലാത്തൊരാത്മഭാരം മഗ്ദലക്കാരി മറിയയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പറ, അതിൽ ഞാൻ ഒരാളാണ്. കാര്യം എന്താണ്? യേശുവിനൊന്ന് കാണുവാൻ വേണ്ടി അതിരാവിലെ ഇരുട്ടുള്ള സമയത്ത് കല്ലറയിൽ ഒരുമാതിരിപ്പെട്ട ആരും പേടിച്ച് പോകാറില്ല. ഒരടക്കം കഴിഞ്ഞാൽ, ഒരു മരണം കഴിഞ്ഞാൽ ഒരടക്കം കഴിയും. അടക്കം കഴിഞ്ഞാൽ ആരെങ്കിലും കല്ലറയുടെ അടുത്ത് പോകുമോ? പിന്നെ 6 മാസം എടുക്കും ഒരു കല്ലറയ്ക്ക് അടുത്ത് പോകണമെങ്കിൽ. പിന്നെ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ അമ്മ ഒന്ന് കൈ പിടിച്ചോ, അല്ലെങ്കിൽ ചേട്ടാ എന്നെ ഒന്ന് കൈ പിടിച്ചോ. കാര്യം എന്താ? ഞാൻ എന്തൊക്കെയോ കണ്ടങ്ങ് പേടിച്ചു. നോക്കിയപ്പോൾ ആ ശവം കൊണ്ട് കിടത്തിയപ്പോൾ എന്നെ പേടിക്കുന്ന രൂപങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഇങ്ങനെ ചെന്ന് നിന്നപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കും പോലെയൊക്കെ തോന്നി. അതൊരു 6 മാസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അത് മനസ്സിൽ നിന്ന് മായുന്നവരെയും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്
മറിയയ്ക്ക് അങ്ങനെ ഒരു പേടി വന്നില്ല. മറിയയ്ക്ക് പേടി വന്നില്ല. യേശുവിനെ പേടിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ആമേ ഹല്ലേലൂയ. ഇന്ന് എല്ലാവരും മറ്റുള്ളതിനെ പേടിക്കുമ്പോൾ, ലോകത്തെ പേടിക്കുമ്പോൾ, യേശു പറയും എൻ്റെ യേശുവിനെ പേടിക്കേണ്ട കാര്യമില്ല. യേശുവിനെ ഒന്ന് കാണുവാൻ ആത്മഭാരത്തോടെ അതിരാവിലെ ഇരുട്ടുള്ള സമയത്ത് തന്നെ കല്ലറയിൽ, വേറെ ഒരിടത്തുമല്ല ഓടിയത്, കല്ലറയിലേക്ക് ഓടി. ആമേ ഇരുട്ടുള്ള സമയത്ത്, നേരം വെളുത്തില്ല, അതിരാവിലെ ഏതാണ്ട് സമയമുള്ള സമയത്ത് നേരം വെളുത്ത് വരുന്ന മുമ്പേ തന്നെ കാര്യങ്ങൾ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അത്രത്തോളം ഒരാത്മഭാരം ആർക്കുണ്ടായിരുന്നു? ആമേ മഗ്ദലക്കാരി മറിയയ്ക്കുണ്ടായിരുന്നു. അവൾ ഓടി അതിരാവിലെ ഓടി എരച്ചോടി. കാര്യമെന്നാണ്, ഒരു പ്രത്യാശയോടെ ഓടുന്നവർക്ക് ഒരു അനുഗ്രഹം പിടിക്കുവാൻ പറ്റും. ഇന്ന് മറക്കരുത്, നീ ഓടുന്നുണ്ടെങ്കിൽ, അതിവിദൂരത്തിൽ ഓടുന്നുണ്ടെങ്കിൽ ചിലത് നിനക്ക് കാണുവാൻ കഴിയും. അതിരാവിലെ ഓടുന്നുണ്ടെങ്കിൽ നിനക്ക് മറ്റാർക്കുമില്ലാത്തൊരു കൃപ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ചിലത് കാണുവാൻ പറ്റും. ആമേ കല്ലറയിൽ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ കല്ല് നീങ്ങിയത് കണ്ടു. അവിടെ കല്ല് അടച്ചു വെച്ചിരുന്നതാണ്. കാരണം യേശുവിനെ കൊണ്ടുവച്ചിട്ട്, എന്നുവെച്ചാൽ അന്നത്തെ റോമൻ പട്ടാളം അവർ കല്ല് അടച്ചു വെച്ചിട്ട് അത് ബന്ധിച്ചു വെച്ചു. ഇമ്പീച്ച്മെൻ്റ് മുദ്ര കൊണ്ട് പൂട്ടി കല്ലറ ബന്ധിച്ചിരുന്നു. എന്നാൽ അവിടെ കണ്ടത് കല്ല് മാറിക്കിടക്കുന്നതായിട്ടാണ്. കല്ല് കാണല. കല്ലറയിൽ ചെന്നപ്പോൾ കല്ല് നീങ്ങിക്കിടക്കുന്നത്, കല്ലറ തുറന്ന് കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അടച്ചു വെച്ച കല്ലറ. ആമേ അടച്ചു വെച്ചപ്പോൾ കണ്ട മറിയ, പക്ഷേ രാവിലെ ചെന്നപ്പോൾ തുറന്ന് കിടക്കുന്നതാണ് കണ്ടു. ഇത് എന്താ സംഭവിച്ചത്? ഒരു പെട്ടെന്നൊരു ആശ്ചര്യം. അടഞ്ഞു കിടക്കുന്ന കല്ലറയിലല്ലേ പോയി നോക്കിയത്. പക്ഷെ നീ വരും മുമ്പേ നിനക്ക് വേണ്ടി കാണുമെന്ന് അതിനു മുമ്പേ സ്വർഗത്തിലെ ദൈവം കല്ല് നീക്കി. ആമേ കല്ല് നീക്കി. കല്ലറയിൽ നിന്നും കല്ല് നീങ്ങിക്കിടക്കുന്നതായിട്ട് കണ്ടു. അവൾ ഓടി. ഇത് കണ്ടിട്ട് വേറെ ഒന്നും നോക്കില്ല, അവൾ ഓടി. സീമോൻ അത് കല്ല് നീങ്ങിയത് കണ്ടപ്പോൾ തന്നെ അവിടെ നിന്നില്ല. അവൾ തിരിച്ച് ബാക്കിലോട്ട് വന്ന വഴി തന്നെ തിരിച്ചെവിടെ ഓടി? 2-ാം വാക്യം വായിച്ചേ. അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും, നോക്കിയാൽ അവൾ ഓടിയത് ശിമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റു ശിഷ്യന്മാരെ അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന്, നോക്കിക്കോളെ, കർത്താവിനെ കല്ലറയിൽ നിന്നും എടുത്തുകൊണ്ടുപോയി. അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. എന്ന് ഈ വാർത്ത പറഞ്ഞു. യേശുവിനെ കല്ലറയ്ക്കകത്ത് കാണാനില്ല. യേശുവിനെ ആരോ എടുത്തുകൊണ്ടുപോയുള്ള സുവാർത്ത ആദ്യം അറിയിക്കുന്നത് ആമേ ശിഷ്യന്മാരോട് മറിയ പറയുകയാണ്, യേശുവിനെ കാണാനില്ല, യേശുവിനെ ആരോ എടുത്തുകൊണ്ടുപോയി. ഇത് പറഞ്ഞു കേട്ടപ്പോൾ എടുത്തുകൊണ്ടുപോയി. അവനെ എവിടെ വെച്ചെന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും, നോക്കിക്കോളണം, ഇത് പറഞ്ഞപ്പോ പത്രോസും മറ്റു ശിഷ്യനും പുറപ്പെട്ടു. നോക്കിക്കോളണം, ഇത് പറഞ്ഞായിട്ട് ഒരു കൂട്ട ഓട്ടമാണ്. ഇത് പറഞ്ഞപ്പോ എല്ലാവരും ആദ്യം കൂടെ ഓടിയില്ല. ചിലത് ആദ്യം ഓടൂല്ല. ഒരു വീട്ടിൽ നിന്ന് ആദ്യം ഒരാൾ ഇറങ്ങുമെങ്കിൽ നിന്റെ കൂടെ പലരും ഇറങ്ങാൻ തയ്യാറാകും. നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ഒരാൾ ഇറങ്ങുമെങ്കിൽ, അതിനൊരു സ്ത്രീയാണ് ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, അത് മറ്റുള്ളവർ ഓടുവാൻ തയ്യാറാകും. അതിന് ദൈവം നിന്നെ തെരഞ്ഞെടുത്തിനെ ഓർത്ത് സ്തോത്രം പറ. നീ ദൈവത്തെ അറിഞ്ഞ മുഖാന്തരം, യേശുവിനെ അറിഞ്ഞ മുഖാന്തരം നിന്റെ തലമുറകളും നാളെ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നുണ്ട്. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊട്. എടാ, കൂടെ വരണമെങ്കിൽ ഒരാൾ ഓടാൻ തയ്യാറാവണം. അത് ഈ കൂട്ടത്തിലിരിക്കുന്ന നിങ്ങളിൽ ഒരാളാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ യേശുവിനെ അറിഞ്ഞാൽ നീ മുഖാന്തരം നിന്റെ കുടുംബം മുഴുവനും ഇറങ്ങാൻ പോകുകയാണ്. അതിന് പറ, കർത്താവേ, അതിന് നീ ഒരു മറിയ സമ്മതിച്ചുകൊട്. അതിന് നിനക്ക് ദൈവം ഒരു കൃപ തന്നെ ഓർത്ത് സ്തോത്രം പറ. ഇന്ന് പലവരും ആദ്യം ഓടുന്നത് സഹോദരന്മാരായിരിക്കത്തില്ല, സഹോദരിമാരാണ്. സഹോദരിമാരാണ് ഓട്ടം നോക്കുമ്പോൾ ആദ്യം നമ്മൾ ഏത് കാര്യമായാലും
അവസാനം പോകുന്നതെല്ലാം സഹോദരിമാരാണ്. കാര്യം അവർക്ക് ക്ഷമ കൂടുതലാണ്. സഹോദരന്മാർക്ക് എന്താണ്, എല്ലാവർക്കും അങ്ങനെയല്ല. ചിലവർക്ക് ക്ഷമയില്ല, പെട്ടെന്ന് പോകണം. ചിലർക്ക് അങ്ങനെയല്ല. യേശുവിനെ കാണാൻ വേണ്ടി ആദ്യത്തെ ആഗ്രഹത്തിൻ്റെ ഉള്ളിൽ കിടന്നത് ഒരു മറിയയ്ക്കായതുകൊണ്ടാണ്. അതൊരു സ്ത്രീ ആയതുകൊണ്ടാണ്. മറിയ ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീപക്ഷത്തിനോട് പറയുന്നു, നിനക്കൊരു കൃപ ഉണ്ട്. കല്ല് കാര്യം എന്താണ്, എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ ആദ്യം അവർ എഴുന്നേൽക്കുന്ന ആരാണ്? സ്ത്രീകളല്ലേ. പള്ളി ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്ന് പറയുമ്പോൾ വീട്ടിലിപ്പോൾ സ്ത്രീകളും പുരുഷന്മാരുണ്ടെങ്കിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം മക്കളെ ആദ്യം തട്ടി ഉണർത്തുന്ന അമ്മയെ തട്ടി ഉണർത്തുമോ? മോനെ മോനെ ഇല്ല, അമ്മ എഴുതിയെന്ന് പറയില്ല. അമ്മ തട്ടി ഉണർത്തുന്ന ആത്മഭാരം കൂടുതലുള്ള സ്ത്രീക്കാണ് അല്ലേ. കിച്ചണിലൊക്കെ രാവിലെ കഴിക്കുമ്പോൾ സഹോദരന്മാർ വിളിക്കുമോ? അമ്മ അമ്മ ഇല്ല, സഹോദരിമാരാ. അന്ന് കിട്ടിയ കൃപയാണ് അത്, ദൈവം തന്ന കൃപയാണ്. ഇവിടെ കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോൾ നാലുകാലം പറയുമ്പോൾ സഹോദരിക്ക് ഉറക്കം കാണില്ല. കാര്യം എന്താണ്, അതൊരു പ്രത്യേകിച്ച് ഒരു കൃപയാണ് നിനക്ക് ദൈവം തന്നിരിക്കുന്നത്. ഒരാത്മഭാര സഹോദരിക്ക് ദൈവം തന്നിട്ടുണ്ട്. കാര്യം എന്താണ്, ബൈബിൾ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ആമേ. ഇത് മറ്റുള്ളവർക്ക് കിട്ടാത്ത കൃപ മദ്ദലക്കാരെ മറിയ കിട്ടിയപ്പോ ആമേ, അത് ഒരാൾ മുഖാന്തരം ഓടിയ മുഖാന്തരം ശിഷ്യന്മാർ ഓടുവാൻ തയ്യാറായി. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയാൽ, പുറപ്പെട്ടാൽ നിങ്ങളെ കൂടെ മറ്റുള്ളവരും പുറത്തു വരിക തന്നെ ചെയ്യാം. ഇന്ന് നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരാൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബത്തിലെ സകലർ സ്നാനപ്പെടാൻ പോവുകയാണ്. എത്ര സന്തോഷമുണ്ടെന്ന് പറയുമ്പോൾ, ഇവിടെ ശീലകളും ആമേ കിടക്കുന്നവൻ്റെ തലയെല്ലാം ചുറ്റി നിന്നിറുമെല്ലാം ശീലം കിടക്കാതെ വേർവിട്ട് ഒരിടത്ത് ചുറ്റി വെച്ചിരിക്കുന്നുണ്ട്. ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. എങ്ങനെയെങ്കിലും ഇട്ടിട്ട് പോകാനല്ല, കിടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് എങ്ങനെയെങ്കിലും വാരി ഇട്ടിട്ട് പോകരുത്. ഒരു കിടക്കാൻ പറഞ്ഞ സ്ഥലത്ത് നല്ലപോലെ എടുത്ത് മടക്കി വെച്ചിട്ടേ പോകാവൂ. മനസ്സിലായി? ആലയത്തിലൊക്കെ വന്നിട്ട് ഞാൻ കിടക്കാൻ പോണ്, നിങ്ങളാരെയും മടക്കി വൈ. കിടക്കുന്ന സ്ഥലം, ഇന്നലെ കിടന്ന സ്ഥലം അല്ലെ പോകുന്ന സ്ഥലം, നിങ്ങളെ ഏതെങ്കിലും വീട്ടിൽ കയറ്റി കിടത്തിയ ആ വീടില്ലാതാക്കിയിട്ട് പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? പോകുന്ന സ്ഥലത്തായാലും പോകുന്ന വീടായാലും ഏത് വീട്ടിൽ പോയാലും പക്ഷെ ഒരിടത്ത് ഒതുക്കി വെച്ചത് കർത്താവിന് അങ്ങനെ ആവശ്യമുണ്ടായിരുന്നോ? ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി തന്നെ പോകണം. ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിരിക്കണം. ചെയ്യുന്ന കാര്യത്തിൽ നീറ്റായിരുന്നു, അല്ലെങ്കിൽ അതിന് നാളെ ഒന്ന് ചെയ്യാം എന്നും പറഞ്ഞ് യേശു പറഞ്ഞോ? കർത്താവ് ഉയർത്തെഴുന്നേൽക്കും മുമ്പേ കാര്യങ്ങളെല്ലാം ചിട്ടയായിട്ട് ചെയ്തു. ചിലർ പറയും, ഇനി മരിച്ചിട്ട് നമ്മളിനി ഇവിടെ കാണാനാണ് പോണത്, ഇവിടെ ആര് കാണാൻ പോണു എന്നുള്ള ചില ഭാവത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. ആ ഭാവം വേണ്ട. ഇന്നല്ലെങ്കിലും നാളെയെങ്കിലും നിനക്കത് കാണേണ്ടി വരും. ബൈബിൾ പഠിപ്പിക്കുന്നു, അവൻ എല്ലാം കൃത്യമായിട്ട് ചെയ്യേണ്ടതുപോലെ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അതുപോലെ ചെയ്യണം കുഞ്ഞെ. നമ്മൾ അതുപോലെ ചെയ്യേണ്ട കാര്യം കർത്താവ് ചെയ്തതുപോലെ ചെയ്തതു. ആമേ. കല്ലറ അലങ്കോലമാക്കിയില്ല. കല്ലറ അലങ്കോലമാക്കിയോ? അലങ്കോലമാക്കിയില്ല. എല്ലാം ഒരിടത്ത് തന്നെ, അത് വെക്കേണ്ട സ്ഥലത്ത് തന്നെ കൃത്യമായിട്ട് വെച്ചു. നിങ്ങളൊരു കിച്ചണിൽ പോകുന്നു, കൃത്യമായിട്ട് തന്നെ വെക്കണം. ഏത് കൈകാര്യം ചെയ്യുന്നു, ഒരു ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചിട്ടയായിരിക്കണം. അല്ലെ എല്ലാം കൂടെ വാരിക്കൂട്ടി ഒരിടത്തിടുന്ന പരിപാടി അങ്ങ് നിർത്തിക്കൊള്ളണം. എല്ലാവരും പറയും, എല്ലാം കൂടെ ഒരു വയറ്റിലല്ലേ പോണത് എന്നുള്ളത് വേണ്ട. കർത്താവ് കൃത്യമായിട്ട് ആ രീതി വെക്കേണ്ട രീതി തന്നെ കൃത്യമായിട്ട് വെച്ചു. കാരണം ചുറ്റി റൂമിലെല്ലാം ശീലമെല്ലാം കിടക്കെല്ലാം വേറിട്ട് ഒരിടത്ത് തന്നെ നീറ്റായിട്ട് വെച്ചു, ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. ആദ്യം കല്ലറയ്ക്കലെത്തി മറ്റേ ശിഷ്യന്മാരും അപ്പോൾ അകത്തു കിടന്നു. പത്രോസ് ആദ്യം കയറിയപ്പോൾ മറ്റുള്ളവരെല്ലാവരും കൂടെ പത്രോസിന്റെ ബാക്കിലൂടെ എല്ലാവരും അകത്തു വന്നു. അകത്തു വന്ന സമയത്ത് എത്തിയപ്പോൾ ആദ്യം കല്ലറയ്ക്കൽ എത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ടു വിശ്വസിച്ചു. നോക്കിക്കൊള്ളാം, ആദ്യം കയറിയ പത്രോസിന്റെ മേലും മറ്റുള്ളവരും അകത്ത് ചെന്ന് കണ്ടു, അവരും വിശ്വസിച്ചു. എന്താണ് വിശ്വസിച്ച്? എന്താണ്? അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതാകേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. നോക്കിക്കോളാം, ആ സമയത്ത്
കർത്താവിനെ അകത്ത് ചെന്ന് നോക്കി, യേശു അവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുവില്ല. യേശുവിനെ ചുറ്റുന്ന ശീലകൾ മാത്രമേ ഉള്ളൂ. അതെല്ലാം ഒരിടത്താക്കി വെച്ചിട്ട് ആ കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നു. ഇന്നും പാലസ്തീന്റെ മണ്ണില് അവിടെ കല്ലറ തുറന്നു കിടപ്പുണ്ട്. അവൻ ഇവിടെ ഇല്ല എന്നും 2024 ആ കല്ലറകൾ തുറന്നു കിടക്കുന്നുണ്ട്. എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോ, ഇന്ന് ലോകത്തിന്റെ സകല കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോ യേശുവിന്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നുണ്ട്. കാര്യം എന്താണ്? അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ദൈവമാണ്. ഉയർത്തെഴുന്നേറ്റ്, യേശു മാത്രം ഉയർത്തെഴുന്നേറ്റു. ആ കല്ലറ ആർക്കും അടയ്ക്കാൻ പറ്റിയില്ല, അത് തുറന്നു തന്നെ ഇരിക്കുന്നുണ്ട്. കാര്യം എന്താണ്? ആ കല്ലറ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഒരു പ്രതികൂലത്തെ ആദ്യ മനുഷ്യൻ അടച്ചു വെച്ചതിന് പിന്നെ തുറക്കാതിരിക്കാൻ ദൂതൻ അതിന്റെ മേൽ കൈവച്ചു. അതിന്റെ മേൽ കൈവച്ചു. ഈ കല്ലിന് അടയ്ക്കാൻ പറ്റത്തില്ല. നിന്റെ ജീവിതത്തിലേക്ക് ഒരു പ്രതികൂലത്തിന്റെ കല്ലിരുന്ന അതിനെ എടുത്തു മാറ്റിയാൽ വീണ്ടും അടയ്ക്കുവാൻ ആർക്കും പറ്റത്തില്ല. എന്തുകൊണ്ടാണ് വീണ്ടും ഈ കല്ലറ അടയ്ക്കാത്തത്? മനുഷ്യൻ ഈ ലോകത്തിന്റെ ലോകത്തിന്റെ എല്ലാ അധിപതിയായ സകലവരും, ലോകത്തിന്റെ അധിപതിയായ വ്യക്തികൾ, റോമൻ സാമ്രാജ്യം യേശുവിനെ കല്ലുകൊണ്ട് അടയ്ക്കുവാൻ നോക്കി. കല്ലറയ്ക്കകത്ത് വെച്ചു കല്ലുകൊണ്ട് അടയ്ക്കാൻ നോക്കിയ സമയത്ത് അത് 2 ദിവസം മാത്രം, അല്ലെ 3-ാം ദിവസം കല്ല് തുറന്നു. വീണ്ടും അടയ്ക്കാതിരിക്കുവാൻ അവിടെ ദൂതൻ അവിടെ പോസ്റ്റ് ചെയ്ത്. കാര്യം എന്താണ്? നിന്റെ ജീവിതത്തിൽ ഒരു കല്ല് മാറിപ്പോയാൽ അത് വീണ്ടും വരാതിരിക്കുവാൻ അവിടെ നിനക്കൊരു ദൂതനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചില പ്രതിസന്ധികൾ മാറിപ്പോകും, നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾ മാറിപ്പോകും, ചില കല്ല് പോലത്തെ വിഷയങ്ങൾ മാറിപ്പോകും. വീണ്ടും വരുവാൻ ചാൻസ് കൂടുതലാണ്. വീണ്ടും അത് വരും. അത് വരാതിരിക്കുവാനാ വീണ്ടും അവിടെ ഒരു ദൂതൻ അവിടെ നിർത്തിയിരിക്കുന്നത്. അവിടെ വീണ്ടും ഒരു ദൂതനെ പോസ്റ്റ് ചെയ്തിരിക്കുക. കാര്യം എന്താണ്? അതിന്റെ മേൽ ആ കല്ല് വരാതിരിക്കുവാനാ ആ കല്ലറ തുറന്നിടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ആ സമയത്ത് മനസ്സിലാക്കി, യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെയും അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. 11-ാമത്തെ വാക്യം. എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. ശിഷ്യന്മാര് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും എല്ലാ ശിഷ്യന്മാരും വീട്ടിൽ പോയപ്പോ ഈ മദ്ദലക്കാരി മറിയ മാത്രം കല്ലറയുടെ അരികിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിന്നു. കരയണമെങ്കിൽ എൻ്റെ നാഥൻ അത്രത്തോളം നിനക്ക് ഇഷ്ടമാവണം. എൻ്റെ നാഥൻ അത്രത്തോളം ഇഷ്ടമാകണം. യേശുവിനെ കണ്ടില്ല എന്ന് പലരും ശിഷ്യന്മാർ വന്ന് നോക്കി, അല്ലേ, ഉറപ്പുവരുത്തി. യേശു ഇവിടെ ഇല്ല, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. ശിഷ്യന്മാരെന്താ മനസ്സിലായി? ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ചിലരൊക്കെ മരണമൊക്കെ കഴിയുമ്പോൾ ഒരു പരിധി വരെയൊക്കെ നിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ താനേ വലിയും. 1 ദിവസം 2 ദിവസം താനേ വലിയും. പക്ഷേ വലിയാതെ കല്ലറയുടെ അരികത്തിൽ നിന്ന് കരയുവാൻ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതൊരു മദ്ദലക്കാരൻ മറിയാണ്. ആ കല്ലറയിൽ നിന്നുണ്ട്. എന്നാൽ കല്ലറയിൽ നിന്ന് പുറത്ത് അകത്ത് കയറി നിന്ന് കരഞ്ഞില്ല. കല്ലറയുടെ പുറത്തുനിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുവാൻ വന്നു. അവൾ കരയുവാൻ തുടങ്ങി. അവൾ കരയാൻ തുടങ്ങി. യേശുവിന് അത്രത്തോളം ഇഷ്ടമാണ്. യേശുവിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർക്കുമ്പോൾ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ ആ മദ്ദലക്കാരിയ മറിയയ്ക്ക് ഒരിക്കലും യേശുവിന്റെ കല്ലറ വിട്ടുപോകാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ കല്ലറ വിട്ടുപോകാൻ കഴിഞ്ഞില്ല. അത്രത്തോളം ആത്മസാന്നിധ്യം, അത്രത്തോളം ദൈവകൃപ ലഭിച്ചവൾ, അത്രത്തോളം ദൈവസാന്നിധ്യം അനുഭവിച്ചവൾക്ക് ആ കല്ലറ വിട്ടുപോകാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. കരയുന്നതിനിടയിൽ തന്നെ കല്ലറയിലോട്ടൊന്ന് കുനിഞ്ഞു നോക്കി. ചിലര് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒന്ന് കണ്ണുറന്ന് നോക്കും, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കണ്ണുനീരിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് കല്ലറയിലോട്ട് നോക്കി പ്രതീക്ഷയോടെ നീ കരഞ്ഞുകൊണ്ട്. ഇന്ന് ഇതിനകത്തൊരു ദൂത് ഞാൻ വിളിച്ച് പറയാം.
നീ പ്രതീക്ഷയോടെ കണ്ണുനീരോടെ കരഞ്ഞും കൊണ്ട്, ഒരു പ്രതീക്ഷയോടെ, അവിടെ ഇല്ല എങ്കിൽ നിനക്കൊരു പ്രതീക്ഷ വേണോ, ഇതിനകത്തൊരു പ്രതീക്ഷ വേണോ, നീ കണ്ണുനീരോടെ കരഞ്ഞും കൊണ്ട് നോക്കുവാൻ തയ്യാറായാൽ ചിലത് നിനക്ക് കാണാൻ പറ്റും. ആദ്യം നമുക്കില്ല, ഉറപ്പ് വരുത്തി അല്ലേ, ഇല്ലാത്തടത്ത് പിന്നെ നിന്നിട്ട് കാര്യമില്ല. ശിഷ്യന്മാരെ ഉടനെ തന്നെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, യേശുവിനെ എന്തായാലും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു, യേശുവില്ല, അവിടെ കല്ലറ മാത്രമേ ഉള്ളൂ, ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് രക്ഷയില്ല എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരെല്ലാം തിരിഞ്ഞ് വീട്ടിലോട്ട് മടങ്ങിയപ്പോൾ, പക്ഷേ ഒറ്റയ്ക്ക് യാഗാന്തയുടെ നടുവിൽ നിന്നുകൊണ്ട് ഒറ്റയ്ക്ക അവൾ ഒറ്റയ്ക്ക് നിന്നൊരു കല്ലറ അരികിൽ നിന്നുകൊണ്ട് കരയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരു കാര്യം മാത്രമേ മനസ്സിലുള്ളൂ. ഞാൻ ചോദിച്ചു, മറിയേ നീ എന്തിനാ, ഞാൻ ചോദിച്ചു, മറിയേ നീ എന്തിനാ നീ കരയുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, സതീഷ് ബ്രദറെ, എനിക്ക് ഒരു കാര്യമുണ്ട്, എനിക്ക് യേശുവിനൊന്ന് കാണണം, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ. എന്തിനാ മറിയ നീ കാണുന്നത്? ആമേ, എനിക്ക് യേശുവിനൊന്ന് കണ്ടാൽ മതി. ആമേ, എന്തിനാ കണ്ടാൽ മതി? അത് വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല, യേശുവിനെ കണ്ടാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട, എൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ആ ഒറ്റ ആഗ്രഹം. എന്താ മറിയേ നീ പോകുന്നില്ലേ? എല്ലാവരും പോയല്ലോ, നീ എന്തിനാ അവിടെ ഒറ്റയ്ക്കുന്നത്? ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പലരും പറഞ്ഞ് ആമേ മാനുഷ്യമായി സംഘർഷിക്കുമ്പോ മറിയ പറയില്ല, യേശുവിനെ കാണും. കരമടിച്ച് ദൈവത്തിന്റെ ശക്തിയോടെ ഇത് കേൾക്കുമ്പോ കരമടിച്ച് ഈ ആത്മഭാരം നിങ്ങളുടെ ഹൃദയത്തിലോട്ട് വരട്ടെ. യേശുവിനൊന്ന് കാണുവാൻ, എൻ്റെ യേശുവിനൊന്ന് കാണുവാൻ, എനിക്ക് യേശുവിനൊന്ന് കാണണം. അതിന് അവൾ കരഞ്ഞത്, യേശുവിനെ എനിക്കിത് കാണണം. ആത്മഭാരത്തോടെ ഒരു നിലവിളിയോടെ കരഞ്ഞ മറിയ ആ കണ്ണുനീരിന്റെ നടുവിൽ നിന്നുകൊണ്ട് കല്ലറയിലോട്ട് അവൾ കുനിഞ്ഞു നോക്കി. പ്രൈസ് ദി ഹല്ലേലൂയ. ഇന്ന് യേശുവിനെ കാണണമെന്നൊരു ആഗ്രഹം തോന്നിയാൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചുമ്മാ തോന്നിയാൽ പോരാ ദൈവ പൈതലേ, ഒരാഗ്രഹം വേണം. എനിക്ക് യേശുവിനൊന്ന് കാണണം, ഒരു പിടിവാശി കാണിക്കണം. അല്ല ചുമ്മാ വന്ന് യേശുവിനൊന്ന് കാണാൻ പറ്റൂല. അല്ല നിങ്ങൾ ചുമ്മാ വന്നിരിക്കുമ്പോൾ യേശുവിനെ അനുഭവിക്കാൻ പറ്റത്തില്ല. അത് വേദനയുടെ നടുവിൽ കരയുമെങ്കിൽ, കണ്ണുനീരോടെ നീ കരയുമെങ്കിൽ, ആമേ തകർന്ന മനസ്സോടെ നീ കരയുമെങ്കിൽ, നിനക്ക് വേണ്ടി കാണുവാൻ സ്വർഗം നിനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. നിനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവം അടുത്ത് നിൽപ്പുണ്ട്, മറന്നു പോകരുത്. ഒരാത്മഭാരം നിന്റെ ഹൃദയത്തിലേക്ക് വേണം. ഇത് പറയുമ്പോൾ തന്നെ പലർക്കും വിശ്വാസമാണ്, യേശു ഉണ്ടാന്ന് തന്നെ അവർക്ക് പലർക്കുണ്ട. ഈ പള്ളിയിൽ പോകുന്നവർക്ക് തന്നെ പലർക്കും വിശ്വാസമാണ്, വിശ്വാസക്കുറവാണ്. അപ്പൊ എല്ലാവർക്കും ഇല്ല, ചിലവർക്കുണ്ട്. യേശു ഉണ്ടോ? ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അനുഭവിക്കുന്നവർ പറയും ഞങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഞാൻ കരയുമ്പോ എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു യേശു എൻ്റെ അടുത്തുണ്ട്. ഞാൻ നിലവിളിക്കുമ്പോൾ എൻ്റെ അടുക്കൽ വന്ന് എന്നെ കോരിയെടുക്കുന്ന ഒരു ദൈവമുണ്ട്. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ പറയും, ഞാൻ അത് അനുഭവിക്കുന്നുണ്ട്. അനുഭവം ഉള്ളവന് മാത്രമേ അനുഭവത്തെ കുറിച്ച് പറയാൻ പറ്റൂ. എന്നാൽ മറിയ വേദനയോട് കണ്ണുനീരോടെ കരയുകയാണ്. ഇന്ന് ആരെങ്കിലും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഇല്ല. അവർക്ക് കരയാനൊന്നും മനസ്സില്ല. അവർ കരയും. ബാങ്കിൽ ചെന്നിട്ട് ബാങ്ക് മാനേജർ കാല് പിടിക്കും. ഇന്നാളെ പറഞ്ഞിട്ട് ഒരു സിനിമാ നടൻ്റെ കാലുപിടിക്കാൻ പോയെന്ന്, കുറച്ച് പണത്തിന് വേണ്ടി. എവിടെയൊക്കെ ആരൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞ് രാവിലെ എടുത്ത് നോക്കും, പത്രം എടുത്ത് നോക്കും, വാർത്തയിൽ ഇന്ന ആൾ ഇത്ര ലക്ഷം രൂപ കൊടുക്കുകയാണ്. തിന്നണ പാതി തിന്നാത്ത പാതി ഓടുകയാണ്. മനുഷ്യൽ ആശ്രയിക്കരുത്. ആമേ, നീ മനുഷ്യൽ പലരും പറയും അവിടെ കിട്ടില്ല. അതൊക്കെ ഓരോ നിയമങ്ങളാണ്. അവർക്ക് എല്ലാവർക്കും കൊടുക്കാം. കേരളത്തിൽ എല്ലാവരെയും കൊടുക്കാൻ പറ്റുമോ? എല്ലാവരെയും രക്ഷപ്പെടുത്താൻ പറ്റും? അതൊക്കെ ഓരോരുത്തരെ കൊടുക്കുന്നു, യൂട്യൂബിലിടുന്നു, വാർത്തയാകുന്നു എന്നും പറഞ്ഞ് അടുത്തുള്ള കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾ ഓടി, നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല. നിങ്ങൾ ദൈവം ഓടേണ്ടടുത്ത് ഓട്, പിടിക്കേണ്ടടുത്ത് പിടി. ഇത് മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ആമേ, ഹല്ലേലൂയ. ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് കരയാനൊന്നും മനസ്സില്ല, ഞങ്ങൾക്ക് കരയാൻ മനസ്സുണ്ട്. അണ്ണാച്ചി വന്ന് ഞങ്ങളെ ക്ലിപ്പിൽ പൊക്കാൻ പറയും, അണ്ണാച്ചി തൊട്ട് പോകരുത്, അണ്ണാച്ചി എങ്ങനെയെങ്കിലും ഞങ്ങളത് ക്ഷമിക്കണം. പിന്നെ അടുത്ത അണ്ണാ, അമ്മച്ചി, അച്ചാച്ചാ, കാര്യം കാണാൻ വേണ്ടി നമ്മൾ വിളിക്കണ പലതും ഉണ്ടല്ലോ. അവിടെ കിടന്ന് കരയും. പിന്നെ വിളിക്കും, എൻ്റെ പൊന്നു ചേച്ചി എന്നോട് ക്ഷമിക്കണം.
ഇനി കുറച്ചുകൂടെ അവധി തരണം. അവിടെ ഒരു നാടകം അരങ്ങേറുകയാണ്, അല്ലെങ്കിൽ ഒരു ബാല അരങ്ങേറുകയാണ്. മനുഷ്യൻ്റെ മുമ്പിൽ കിടന്ന് കരയും. ഏതു കാര്യത്തിനു വേണ്ടിയും ഇന്ന് നിങ്ങൾ സേവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സാറന്മാരുടെ മുമ്പിൽ കരയും. അല്ലെങ്കിൽ നാളെ ഇനി ബാങ്കിൽ ചെന്ന് പറയും, ബാങ്ക് മാനേജറിന് മുമ്പിൽ കാല് പിടിക്കും. ഇന്ന് എവിടെയൊക്കെ നിങ്ങൾ ആരെങ്കിലും കണ്ട് കാല് പിടിക്കുന്നുണ്ടെങ്കിൽ ഞാനിന്ന് വിളിച്ചു പറയുന്നുണ്ട്, അതൊരു പരാജയമാണെന്ന് വിളിച്ചു പറയും. ഇന്ന് നിങ്ങൾ മനുഷ്യൻ ആരെങ്കിലും കണ്ടുകൊണ്ട് നിങ്ങൾ മുമ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ ഒരു പരാജയമായി മാറും. അതെന്നൊരു ബാധ്യതയായിരിക്കും കുഞ്ഞെ. നിങ്ങളെ സൗജന്യമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ നിങ്ങൾ എപ്പോഴും കടപ്പെട്ടിരിക്കും. നിങ്ങൾ അവർക്ക് വേണ്ടി എപ്പോഴും എന്താണ്, ഒരടിമയായിരിക്കും. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ച് നന്മ പിടിച്ച നീ അടിമയായിരിക്കത്തില്ല. ദൈവത്തിൽ നിന്നൊരു നന്മ പ്രാപിച്ച അടിമയായിരിക്കത്തില്ല. നീ ദൈവത്തിന്റെ മകളായിരിക്കും, മകനായിരിക്കും. കാര്യം എന്താണ്, മനുഷ്യർ പറഞ്ഞു, അയ്യോ ഇന്നെന്താ സാക്ഷി പറഞ്ഞു, ഇന്ന ആള് 10,000 രൂപ തന്നു, അല്ലെങ്കിൽ ഒരാൾ 50,000 തന്നു, അല്ലെങ്കിൽ 1,00,000 രൂപ തന്ന്. അടുത്ത് ഇന്നലെ കണ്ടപ്പോൾ ആ 1,00,000 രൂപ കൊടുത്ത വ്യക്തി അമ്മ ഈ ആളെ കണ്ടപ്പോൾ, ആ സാറേ സുഖം തന്നെ എന്നൊക്കെ ചോദിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ കാണാതെ പോവാണ്. പിന്നെ കാണുമ്പോൾ ഒളിക്കാൻ തുടങ്ങി. മാനുഷ്യമായ അതൊക്കെ തന്നെയാണ്, മാനുഷ്യമായ അതൊക്കെ തന്നെയാണ് അമ്മ. പക്ഷെ ദൈവത്തിൽ വാങ്ങിയാൽ നിനക്ക് ഒരിടത്തും ഒളിക്കണ്ട, ധൈര്യമായിട്ട് അന്തസ്സോട്ട നടന്നു പോകാം. കാര്യം എന്താണ്, അത് തന്നിരിക്കുന്ന ദൈവമാണ്. നീ മനുഷ്യന്റെ മുമ്പിൽ കരയുന്നുണ്ടെങ്കിൽ, എവിടെയൊക്കെ മനുഷ്യന്റെ മുമ്പിൽ കരയുന്നുണ്ടോ അത് നിന്റെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖവും പ്രയാസമായിരിക്കും. അത് തീരത്തില്ല. കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, കരഞ്ഞ് നിലവിളിക്കുവാൻ പ്രാർത്ഥിച്ച് മനസ്സുണ്ടെങ്കിൽ ദൈവത്തിന്റെ നിന്നുള്ള കൃപ നിനക്ക് ലഭിക്കും. എവിടെ നിനക്ക് കരയുവാൻ മനസ്സുണ്ടോ നിന്റെ അഡ്രസ് മാറാൻ തയ്യാറാകും. ദൈവ പൈതലേ, ഇന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമെങ്കിൽ ഒന്ന് കരയുവാൻ മനസ്സുണ്ടോ? മദ്ദലക്കാരൻ മാറിയ കരഞ്ഞതുപോലെ കരയുവാൻ, പ്രാർത്ഥനയിൽ കരയണം. ഞങ്ങൾ കരയാനൊന്നും വയ്യ, വിളമ്പി വെച്ചാൽ കഴിച്ചിട്ട് പോകാം. പ്രാർത്ഥനയിൽ കരയുവാൻ പറ്റുമെങ്കിൽ ഇതിനകത്തുനിന്നും ഒരു തുള്ളി കണ്ണുനീരുന്നത് പൊഴിക്കാൻ പറ്റുമോ? നിന്റെ വിഷയത്തിന് മറുപടിയായി എന്ന് ദൈവാത്മാവനോട് വിളിച്ചു പറയുന്നു. ഇതിനകത്തുനിന്ന് ഒരു തുള്ളി കണ്ണുനീർ നിങ്ങൾക്ക് പൊഴിക്കാൻ പറ്റുമോ? സഹോദരനായിക്കോട്ടെ, സഹോദരിമാരിക്കോട്ടെ, ആമേ ഹല്ലേലൂയ. പലരും സഹോദരിമാര് പരസ്യമായിട്ട് കരയും, സഹോദരിമാര് പരസ്യമായിട്ട് കരയും, സഹോദരന്മാർ പരസ്യമായിട്ട് കരയില്ല, മനസ്സുകൊണ്ട് കരയും. മനസ്സുകൊണ്ട് കരഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു ഒതുങ്ങിയ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നല്ലപോലെ കരഞ്ഞ് തീർക്കും. അതാ ഞങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എവിടെയെങ്കിലും ഒരു സ്ഥലം ഒതുങ്ങിയ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ കരഞ്ഞ് തീർക്കും. പക്ഷെ സഹോദരിമാർ അങ്ങനെയല്ല, ആരെയും നോക്കുന്നില്ല, പരിസരമൊന്നും നോക്കത്തില്ല, അവർ കരയും. കാര്യം എന്താണ്, മദ്ദലക്കാരിമാരെ അങ്ങനെയായിരുന്നു. ഹല്ലേലൂയ. കരയേണ്ട സമയത്ത് അവൾ കരഞ്ഞു. കരയേണ്ട സമയമുണ്ട്. ഇന്ന് കരയേണ്ട സമയമാണെങ്കിൽ ഒരു ഈസ്റ്റർ മുമ്പേ, ഒരു യേശുവിനെ കാണുന്ന മുമ്പേ കരഞ്ഞത് കൊണ്ടാ അവൾ കരയാൻ തുടങ്ങി. നിന്റെ പ്രാർത്ഥന വിഷയത്തിൽ കരയണം, നിന്റെ വിഷയത്തിൽ നീ കരയണം. അല്ല പാസ്റ്റർ കരഞ്ഞോ, ഒരാൾ വിളിച്ചു പറഞ്ഞ് പാസ്റ്റർ ഉപവസിക്കണം കേട്ടോ, അതിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തോളണം, ഞാനിവിടെ സുഖമായിട്ട് കഴിച്ചു ഉണ്ട് നന്നായിട്ട് പോകാം. വിശ്വാസികൾ നിങ്ങളെല്ലാവരും എല്ലാ അറേഞ്ച്മെൻറ്റും, ഞാൻ അവിടെ അടിപൊളിയായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. പാസ്റ്ററിന് വേറെ ജോലിയൊന്നുമില്ല, വിശ്വാസിക്ക് വേറെ ജോലി ഇല്ല. നമ്മൾ ചെയ്യണം, ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്തേ പറ്റൂ. ഹല്ലേലൂയ. പാസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവമൊക്കെ ആരുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേ പറ്റൂ. കാര്യമാണ്, ഇതാ കല്ലറയുടെ അരികിൽ നിന്ന് ഒരു വ്യക്തി കരഞ്ഞുകൊണ്ടിരിക്കുക. അവൾ കരഞ്ഞ് ഒരു പരുവമായപ്പോ അകത്തൊരു വിശ്വാസം. കാര്യം എന്താണ്, കണ്ണുനീരിന് നടുവിൽ നിന്നുകൊണ്ട് ആരോ ഉള്ളിൽ പറയുന്നു, മറിയുടെ ഹൃദയത്തിനകത്ത് ആരോ പറയുന്നു, നീ വിശ്വാസത്തോടെ കണ്ണുനീരിന് നടുവിലൂടെ ഒന്ന് കുനിഞ്ഞു നോക്ക്. അല്ലേ, കണ്ണുനീരിന്റെ നടുവിലും കണ്ണുനീരിങ്ങനെ വായ്ക്കാത്തൂടെ ചാളുവയും കണ്ണുനീരെല്ലാം ഒരുമിച്ച് വരികയാണ്. കണ്ണ് കാണാൻ പറ്റുന്നില്ല, അനുഭവമുള്ളവർക്ക് അറിയാൻ പറ്റൂ. കണ്ണുനീരും എല്ലാം കൂടെ അല്ലേ ഒരു പെരുവെള്ളം പോലെ ഇങ്ങനെ ഒരിച്ച് വായ്ക്കാത്തൂടെ വരുമ്പോൾ അതിൻ്റെ നടുവിൽ കാണാൻ പറ്റാത്ത നടുവിൽ നിന്നുകൊണ്ട് ഒരകത്തൊരു എവിടെയോ ആരോ പറയുന്നു, നീ വിശ്വാസം കരയുന്ന വിഷയം നീ കാണാൻ പോകുന്നു. കരയുന്ന വിഷയം നീ കാണാൻ പോകുന്നു. ദൈവപൈതൽ, ഇന്ന് നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വിഷയം കാണാൻ പോകുന്നുണ്ടെന്ന് ആത്മാവ് ഒരു ദൂത് സഭയോട് വിളിച്ചു പറയുന്നു. ബ്രദറെ, നിന്റെ മേൽ വിളിച്ചു പറയുന്നു, നീ കരയുന്ന വിഷയത്തിന്റെ മേൽ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്.
അതാ കഴിഞ്ഞ ആഴ്ച വിളിച്ച് എടുത്തെറിഞ്ഞത് ദൂത് പിടിച്ചെടുത്ത അത്ഭുതം. അതാ ദൈവസഭയ്ക്ക് സംഭവിക്കുന്നത്. എടുത്തെറിഞ്ഞത് ദൂത്, പിടിച്ചെടുത്തത് അത്ഭുതം. ഇത് പറയുമ്പോ തന്നെ ആത്മസാന്നിധ്യം കൊണ്ട് നിറയുക. ഓ, എന്റെ ദൈവനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഒന്ന് ആരാധിച്ചോ. യേശുവിനെ കാണാൻ പോകുകയാണ്. ഉള്ളുകൊണ്ട്, ഉള്ളിന്റെ ഉള്ളുകൊണ്ട്. ഓ, കരയുന്ന ഇടയിൽ അവൾ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കിയപ്പോ യേശുവിന്റെ ശരീരം കിടക്കുന്നിടത്ത് വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കിലും ഒരുത്തൻ കാൽക്കൽ ഇരിക്കുന്നത് കണ്ടു. ആദ്യം നോക്കിയപ്പോ ഒന്നും കണ്ടില്ല, അല്ലെ കരയാതെ നോക്കിയപ്പോ ഒന്നും കണ്ടില്ല. മറ്റുള്ള കാര്യം അറിയേ, നീ ആദ്യം കരയാൻ നോക്കിയില്ല, എന്തെങ്കിലും കണ്ടോ? കണ്ടില്ല. എന്താ ഇപ്പൊ കരഞ്ഞപ്പോ നോക്കിയ കണ്ടത്? എടാ, കരയുന്ന പിള്ളയ്ക്ക് പാലുള്ളൂ. കരയുന്ന പിള്ള പാല് കുടിക്കാതെ അവിടെ കിടക്കും. അത് അറിഞ്ഞു വെച്ച് കൊടുത്തത് തന്നെ. എല്ലാവരും അറിഞ്ഞു വെച്ച് കൊടുക്കുക. അമ്മയ്ക്കിപ്പം ജോലി, ശമ്പളവും കാര്യങ്ങൾ പെറ്റാൻ കിട്ടിയിട്ട് പോവുകയാണ്, അമ്മാമ്മ നോക്കെന്ന് പറഞ്ഞുകൊണ്ട്. ഹല്ലേലൂയാ. എന്താ കരയാതെ ആദ്യം നോക്കി. വളരെ ദാഹത്തോടെ വന്നു, ആഗ്രഹത്തോടെ വന്നു. ചിലർക്ക് ആഗ്രഹമുണ്ട് ഇതിനകത്തുനിന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്ന്, എടുക്കത്തില്ല. ചില ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ആഗ്രഹത്തിനകത്തൊരു എരിവ് വേണം. ഇതിനകത്ത് വരുമ്പോൾ ഒരു ദൈവ പ്രവൃത്തി എനിക്ക് കിട്ടുമെന്ന്. വെറുതെ വന്ന് എല്ലാവരും പോകും പോലെ പോകരുത്. അടുത്തിരിക്കുന്നവൻ്റെ വിശ്വാസമാകരുത്. അടുത്തിരെ കൈ അടിച്ചാൽ വിഷയമാല് 2 കൈ തട്ടി മാറ്റി അടിച്ചോളണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കിയാൽ ആരാധിക്കേണ്ടത്. അടുത്ത വ്യക്തി പറയുമല്ല സ്തോത്രം പറയേണ്ടത്. നീ നിന്നെ തന്നെ വിട്ടോട്. കരയും മുമ്പേ യേശുവിനെ ഒന്ന് നോക്കിയപ്പോ, കല്ലറയിലോട്ട് നോക്കിയപ്പോ യേശുവിനെ കണ്ടില്ല. കരഞ്ഞ് 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 ഒരു പരുവമായി. അതിനിടയിൽ ഒരു വിശ്വാസത്തോടെ യേശുവിനെ നോക്കിയപ്പോൾ കണ്ട കാര്യമാണ് അടുത്ത് വായിക്കുന്നത്. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത്, യേശുവിന്റെ ശരീരം കിടക്കുന്ന സ്ഥലത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ. 2 ദൂതന്മാർ. ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. ഒരു ദൂതൻ തലയ്ക്കലും ഒരു ദൂതൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. യേശുവിനെ കിടത്തിയെടുത്ത് ഇപ്പോഴ് യേശു അല്ല നിൽക്കുന്നത്. ഒരു ദൂതൻ തലയ്ക്കലോ ഒരുത്തൻ കാൽക്കലോ, 2 ദൂതന്മാര് അപ്പുറവും ഇപ്പുറവും നിപ്പുണ്ട്. ഇപ്പൊ യേശുവിനല്ല കണ്ടത്, ആദ്യം ദൂതനെ കാണാ. നിനക്ക് ചുറ്റും ദൂതന്മാരുണ്ടെന്ന് മറക്കരുത്. നീ ഉറങ്ങുമ്പോ നിന്നെ സംരക്ഷിക്കുന്ന, നീ കിടക്കുന്നിടത്ത് നിനക്ക് വേണ്ടി സംരക്ഷിക്കുന്ന ഒരു ദൂതനെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതൻ നിനക്കുണ്ട്, അല്ലേ? യാത്ര ചെയ്യുമ്പോഴൊക്കെ നിങ്ങളെ സംരക്ഷിക്കുവാൻ, നിങ്ങളെ കരുതുവാൻ ദൂതനുണ്ട്. ആദ്യം കണ്ടത് ദൂതനെ 2 ദൂതന്മാർ അപ്പുറവും തലക്കിലും കാൽക്കിലിരിക്കുന്ന യേശുവില്ല കിടന്ന സ്ഥലത്താണ് ദൂതനെ കണ്ടത്. ദൂതൻ അവളോട്, മറിയയോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് അർദ്ധരാത്രി കരയുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, നീ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞൊരു പരുവമാകുമെങ്കിൽ ആദ്യ ദൂതൻ വരും. പിടിച്ചെടുത്തോ. ഞാൻ നിങ്ങളുടെ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ കരഞ്ഞ് കരഞ്ഞൊരു പരുവമായില്ലേ? നിങ്ങൾ പറയും, എന്നെ ആരും കാണുന്നില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. നീ കരഞ്ഞുകൊണ്ടേയിരുന്നാൾ, നീ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൾ, നിന്റെ അടുത്ത് ദൂതൻ ഇറങ്ങുന്നുണ്ട്. ആത്മഭാരം, അത് ആത്മഭാരം പിടിച്ചെടുത്തോ. നിന്റെ റൂമിനകത്ത് അർദ്ധരാത്രിയിൽ ദൂതൻ ഇറങ്ങുന്നുണ്ട്. കരഞ്ഞും കൊണ്ടിരിക്കുന്നിടത്തെ ദൂതൻ ഇറങ്ങുള്ളൂ.
ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നു. എല്ലായിടത്തും ദൂതൻ ഇറങ്ങൂല. അല്ലെ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, ദൂതൻ ഇറങ്ങി. നീ കരയുന്നടുത്തൊരു ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങും. നിന്റെ പ്രാർത്ഥന വിഷയത്തിന്റെ മേൽ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന്റെ മേൽ, നീ കരയുന്ന വിഷയത്തിന്റെ മേൽ ഒരു ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട്. ആത്മാവിനെ പിടിച്ചെടുത്തോ. സംഭവിക്കുന്നുണ്ട്, അത് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ വിദൂരത്തിലാണ്, വിദേശ രാജ്യത്താണ്, ചിലപ്പോൾ അമേരിക്കയിലായിരിക്കാം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലായിരിക്കാം, അല്ലെങ്കിൽ കാനഡയിലായിരിക്കാം, ഏത് രാജ്യത്തായിരിക്കാം, ദുബായിലായിരിക്കാം, ഷാർജയിലായിരിക്കാം, ഏത് ലോകത്തായിരുന്നാലും അവിടെ ദൂതൻ ഇറങ്ങുന്നുണ്ട്. ഓ, ദൂതൻ ഇറങ്ങുന്നുണ്ട്. നീ വിദേശ രാജ്യത്തായിരിക്കുമ്പോ ഒരു ദൂതൻ അവിടെ ഇറങ്ങുന്നുണ്ട്. ഒറ്റയ്ക്കാണ് സഹോദരി, നീ ഒറ്റയ്ക്കാണ് വിദേശ രാജ്യത്ത്. സഹോദര ഒറ്റയ്ക്കാണ്. യാഗാന്തയുടെ നടുവിലോ കണ്ണുനീരിന്റെ നടുവിലോ ഒരു ദൂതനെ ഇറക്കുന്നുണ്ട്. കരഞ്ഞും കൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു ജോലിയില്ല. നിങ്ങളിപ്പോ ജോലി ഇല്ലാതിരിക്കുന്നവരില്ലേ? നാളെ ഒരു ജോലി വേണം, ഞങ്ങൾക്ക് ജോലിയില്ല. അല്ലെങ്കിൽ നാളെ ഒരു 5 ലക്ഷം രൂപ വേണം, അല്ല കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം, അടുത്ത സ്കൂളൊക്കെ തുറക്കാൻ മുന്നേ പോകുമ്പോൾ നല്ല എമൗണ്ടൊക്കെ വേണം. അല്ലെങ്കിൽ അടുത്ത് വീട്, നമ്മളെ വീടൊക്കെ പൊളിച്ചിട്ടൊക്കെയാണ്. വീടൊക്കെ ഒന്ന് നമ്മുടെ പാസ്റ്റർമാരൊക്കെ ഉണ്ട്, വീടൊക്കെ പൊളിച്ചിട്ടൊക്കെയാണ്. എവിടെയൊക്കെ പ്രതീക്ഷ ആരൊക്കെ തരുമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്? അല്ല, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, കരഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനകത്ത് ജോലി ഇല്ലാതെ സഹോദരിമാരെ, നിങ്ങൾ കരയുവാൻ തയ്യാറാകുമെങ്കിൽ, ഇതിനകത്ത് നിങ്ങളുടെ വിഷയമായി മക്കളെ ചൊല്ലി കരയുന്നവരെ, നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഏത് നിലവാരത്തിലാണ് വിഷയത്തിൻ്റെ മേൽ കരയുന്നുണ്ടെങ്കിൽ, അവിടെ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൂതൻ, കരയുന്നടുത്ത് ഇറങ്ങുന്ന ഒരു ദൂതനെ നിനക്ക് കാണാം. കരയുന്നടുത്ത് ഇറങ്ങി വരും. കരയുന്നടുത്തേ ദൂതൻ ഇറങ്ങത്തുള്ളൂ. കരയുന്നടുത്തേ ദൈവപ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. കരയുവാൻ തയ്യാറാകണം. ആമേ, കരയുവാൻ തയ്യാറാകണം. നിലവിളിക്കാൻ തയ്യാറാകണം. എന്റെ അവസ്ഥ ഒന്ന് മാറണം കർത്താവേ, എന്റെ രോഗം ഒന്ന് മാറണോപ്പാ, എന്റെ കഷ്ടത ഒന്ന് മാറണോപ്പാ, എന്റെ വേദന ഒന്ന് മാറണോപ്പാ, എന്റെ കടഭാരം ഒന്ന് മാറണോപ്പാ, എന്റെ കുഞ്ഞിന്റെ ഭാവി ഒന്ന് മാറണോപ്പാ, എന്റെ ജീവിതം ചേഞ്ച് ആവണോപ്പാ. ഒന്ന് കരയുവാൻ തയ്യാറാണോ? ഒന്ന് കരയുവാൻ തയ്യാറാണോ? നിനക്ക് ഒരു തുള്ളി കണ്ണുനീരിനകത്ത് ഒഴുക്കാൻ പറ്റുമോ? ഇതിനകത്ത് ഒരു തുള്ളി കണ്ണുനീർ ഒഴിക്കാൻ പറ്റുമോ? അവിടെ ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കുന്നുണ്ട്. കണ്ണുനീരാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഞാൻ അഭിമാനത്തോടെ പറയും, എന്നെ അറിയാന്നുള്ള ലോകമ്പാട് എന്നെ അറിയാൻ പറ്റുന്നുണ്ട്. എൻ്റെ വിദ്യാഭ്യാസമോ എൻ്റെ പണമോ അല്ല, എൻ്റെ അപ്പനമ്മണ്ടായി തന്ന എനിക്ക് അങ്ങനെ തന്നിട്ടില്ല. കുറെ പാറക്കൂട്ടം മാത്രമേ ഉള്ളൂ, ഒരൊന്നും എന്നെ തന്നിട്ടില്ല. പക്ഷേ എൻ്റെ കണ്ണുനീര് നിലവിളിയാണ് എന്നെ ഇന്ന് ഈ മയക്ക് പിടിപ്പിച്ചത്. മനസ്സിലായി? എൻ്റെ അപ്പൻ കോടിക്കണക്കിന് ഉണ്ടാക്കി തന്ന് ബാങ്കിലിട്ട് നിന്നിട്ടില്ല. എന്നെ അറിയാമെന്നുള്ളവർക്ക് അറിയാം. അല്ല, ഞാൻ പഠിച്ച് ഡിപ്ലോമ എടുത്തു വന്ന ഒരാളൊന്നുമല്ല. ഞാൻ എന്ന് നിലവിളിക്കാൻ തുടങ്ങിയോ, ഞാൻ അന്യദൈവത്തെ സേവിച്ചുകൊണ്ടിരുന്നു. ഏത് ദൈവത്തെ? യേശുവിനല്ലാതെ അന്യദൈവത്തെ. മനസ്സിലായി? ഞങ്ങൾ പാരമ്പര്യമായിട്ട് എന്തായിരുന്നു? ഹിന്ദുക്കളായിരുന്നു. അന്യദൈവത്തെ സേവിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്ന് വിട്ടിട്ട് യേശുവിൻ്റെ അടുത്ത് കരയാൻ തുടങ്ങിയോ, അന്ന് എൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. ഞാൻ അന്യദൈവത്തെ, പിന്നെ എൻ്റെ വീട്ടിൽ യേശുവിൻ്റെ ഫോട്ടോയൊക്കെ കൊണ്ടുവച്ചിരുന്നു. യേശുവിനെ അറിഞ്ഞപ്പോൾ യേശുവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചു, കുറെ കൊന്തമാലയൊക്കെ വാരിയിട്ടു. എന്ന് ഞാൻ വലിച്ചെറിഞ്ഞോ, അന്ന് എൻ്റെ ജീവിതത്തിൽ മാറ്റം തുടങ്ങി. ഹല്ലേലൂയ. ചിലത് എറിയേണ്ടത് കളഞ്ഞാലേ പറ്റൂ. കളയേണ്ടത് കളഞ്ഞാൽ അതാ വിട്ടുകൊടുത്താലേ ഇട്ടുപിടിക്കത്തുള്ളൂ. വിട്ടുകൊടുത്താലേ ഇട്ടുപിടിക്കത്തുള്ളൊരു ദൈവമുണ്ട്. നീ കരയുവാൻ തുടങ്ങുമെങ്കിൽ നിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൂതനുണ്ട്. നിങ്ങൾ ഏത് വിഷയത്തിന് മേൽ കരയുന്നുണ്ട്? രോഗം, രോഗം, രോഗം. ഇന്ന് എല്ലാവർക്കും പറയാൻ പറ്റുന്നത് രോഗം. അല്ല, ഇന്ന് പലരും സാക്ഷി പറഞ്ഞു, എനിക്ക് അവിടെ വേദന, ഇവിടെ വേദന, പ്രയാസം, വേദന, കഷ്ടത, അല്ലെ, കടഭാരങ്ങൾ. ഇന്ന് കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല, സമാധാനമില്ല, പട്ടിണി, ദാരിദ്ര്യം.
എന്നും വേദന, എല്ലാ സങ്കടം. ഇന്ന് ഇതിനകത്ത് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. കുടുംബത്തിനകത്ത് ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇന്ന് ജീവിതത്തിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ആമേ, ഒന്ന് കരയുവാൻ, നിന്റെ വിഷയത്തിൻ്റെ മേൽ കണ്ണുനീരോടെ നിനക്ക് കരയുവാൻ. നീ ഒറ്റയ്ക്കായിരിക്കും കരയണത്, പക്ഷെ അനുഗ്രഹം കാണുന്ന എല്ലാവരും മാറ്റി. നീ കരയുന്നത് ഒറ്റയ്ക്കാ, പക്ഷെ ഈ അനുഗ്രഹം എല്ലാവരും കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കായിരിക്കും ഇത് കരയുന്നത്. ആമേ, കരയുമ്പോൾ നിന്റെ കൂട്ടത്ത് കരയാൻ ആരും കാണൂല കേട്ടോ. കരയും നീ ഒറ്റയ്ക്കായിരിക്കും കേട്ടോ. നീ ഒറ്റയ്ക്കായിരിക്കും മുറിയിൽ കേട്ടോ. സിസ്റ്ററെ, നീ ഒറ്റയ്ക്കായിരിക്കും. നിന്റെ കൂടെ കരയാൻ ആരും കാണൂല. പാസ്റ്ററും കാണൂല, വിശ്വാസികളും കാണൂല. ഇവിടുന്ന് എല്ലാം കഴിയുമ്പോൾ, ഇവിടുന്ന് ആരാധന കഴിയുമ്പോൾ എല്ലാവരും ഒറ്റപ്പെടും, ഞാൻ മാത്രം ഒറ്റയ്ക്കാവും. കുഞ്ഞുങ്ങളെല്ലാവരും പറഞ്ഞു വിടും. എന്നിട്ട് ഒറ്റയ്ക്കൊരു ഏകാന്ത സ്ഥലത്തേക്ക് വരും, അവിടെ ഇരുന്ന് കൊണ്ട് കരയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാര്യം എന്താണെന്നറിയാമോ? ഞാനും അപ്പനുമായിട്ടൊരു അമേദ്യമായൊരു ബന്ധമുണ്ട്. ഹല്ലേലൂയ. ഞാനും ദൈവമായിട്ടുള്ളത് ആമേ ഒരു ബന്ധമുണ്ട്. ഹല്ലേലൂയ. അത് എൻ്റെ ഹല്ലേലൂയ എനിക്ക് ദൈവത്തോടുള്ളൊരു സ്നേഹം. അതുപോലെ നിങ്ങൾക്കൊരു വിഷയം, പ്രാർത്ഥനാ വിഷയത്തിൽ കരയുവാൻ തയ്യാറായാൽ, ഇന്ന് ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ അവരുടെ വിഷയത്തിന് മറുപടി വന്നിട്ടുണ്ട്. കരയുവാൻ തയ്യാറാ. അത് കള്ളക്കരച്ചിലാവല്, കാര്യം കാണേണ്ട കരച്ചിലാണ്. ചില കാര്യം കാണേണ്ട ഒരു കരച്ചിലുണ്ട്, രോഗം മാറാൻ വേണ്ടി ഒരു കരച്ചിലുണ്ട്. യേശുവേ, നീ എനിക്ക് സൗഖ്യം തന്നാൽ ഞാൻ നിനക്ക് എല്ലാം ആയിക്കോളാം എന്ന് പറയും. അവസാനം ഉള്ളതൂടെ പോവും. അങ്ങനെ പ്രാർത്ഥിക്കരുത്. ഹല്ലേലൂയ. എന്നെ രക്ഷിക്കുന്നതാണ് എൻ്റെ ദൈവം. അങ്ങനെ രക്ഷിച്ചാൽ ഈ ഭൂമിയിൽ എത്ര നാൾ ജീവി അത്രത്തോളം ഉറച്ചു തന്നെ നിൽക്കണം. അനുഗ്രഹം തന്നാലും തന്നില്ലെങ്കിലും, ഉയർത്തിയാലും ഉയർത്തിയില്ലെങ്കിലും, മാനിച്ചാലും മാനിച്ചില്ല, ഈ അപ്പൻ മതിയെന്ന് പറയുവാൻ ഒരു കൃപ നിനക്ക് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് തക്ക സമയമായപ്പോൾ മറിയ ഓടിയത്. രാത്രി ഉറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല, അതിരാവിലെ തക്ക സമയം ഓടി. അതുകൊണ്ടാണ് കണ്ണുനീരിന്റെ നടുവിൽ നിന്നുകൊണ്ട് തക്ക സമയത്ത് ആ കണ്ണുനീരിന്റെ നടുവിലോട്ട് നോക്കിയപ്പോ ദൂതൻ നിൽക്കുന്നത് കണ്ടു. കരയാതെ നോക്കിയപ്പോൾ ദൂതനെ കണ്ടില്ല, പക്ഷെ അവിടെ ദൂതനുണ്ടായിരുന്നു. ദൂതനുണ്ടായിരുന്നു. കരയാതെ നോക്കിയപ്പോൾ ആമേ ദൂതൻ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. നിന്റെ മാനുഷ്യമായ കണ്ണുകളിൽ, നഗ്ന നേത്രങ്ങളിൽ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ദൈവം നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷെ നീ കണ്ണുനീരിന്റെ നടുവിൽ നോക്കി നോക്ക്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി പറഞ്ഞില്ലേ, ഗർഭിണിയായ സൗര പറഞ്ഞത് ഒരു ദൈവ സാന്നിധ്യം ചുറ്റി, ഒരു തീ പോലെ അല്ലേ. ഇവിടെ നമ്മളെ ആമേ ഇവിടെ സിസ്റ്റർ പറഞ്ഞതാണ്, സാക്ഷി പറഞ്ഞത് ഒരു ദൈവ സാന്നിധ്യം തീ പോലെ ചുറ്റി. അതാ സഹോദരി അനുഭവിച്ചതാണ്. ആ സഹോദരി അനുഭവിച്ചു. അങ്ങനെയാണ് നിങ്ങൾ അനുഭവിക്കണം. ആ നടുവിൽ നിന്നുകൊണ്ട് ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണം. ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി അത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുക. ദൂതനെ കണ്ടു. അവളോട്, സ്ത്രീയെ നീ കരയുന്നത്. അപ്പോൾ കരഞ്ഞാൽ ഉടനെ ദൈവം കരയുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. ലാസറിന്റെ വീട്ടിലും പോയ സമയത്തും സഹോദരി കരഞ്ഞപ്പോൾ യേശു കൂടെ കരഞ്ഞു. നീ എവിടെ യേശുവിനെ, അത് പക്ഷേ ഒരു കാര്യമുണ്ട്, യേശുവിനെ കാണാൻ വേണ്ടിയുള്ള കരച്ചിലായിരുന്നു. നിങ്ങൾ പറയും ഇതിൻ്റെ കടം മാറാൻ വേണ്ടി കരയരുത്, രോഗം മാറാൻ വേണ്ടി കരയരുത്. ഇവിടെ ദൂതനെ കണ്ടതും യേശുവിനെ കാണാനുള്ള കാരണം എന്താണെന്നറിയാമോ? കടം മാറാൻ വേണ്ടി, വീട് കിട്ടാൻ വേണ്ടിയല്ല കരഞ്ഞത്, യേശുവിനൊന്ന് കാണണം. ഇന്ന് ലോകത്തോട് ഞാൻ വിളിച്ചു പറയുകയാണ്, നിന്റെ കടവും മാറും, പട്ടിണിയും മാറും, വീടും കിട്ടും, എല്ലാം കിട്ടും, കൂടും കിട്ടും, ആടും കിട്ടും, പശുവും കിട്ടും, എല്ലാം കിട്ടും. പക്ഷെ അതിനുപരിയായിട്ട് നിനക്കൊരാഗ്രഹം വേണം, യേശുവിനെ എനിക്കൊന്ന് കാണണം, യേശുവിനെ എനിക്കൊന്ന് കാണണം. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, ഇവിടെ ഇരിക്കുന്നവരോട് മാത്രമല്ല, ലോകത്തോട് എന്നെ ശബ്ദം കേൾക്കുന്ന മന്ന ടിവിയിലൂടെയും മീഡിയയുടെ ചാനലിലൂടെയും ആമേ യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ആഗ്രഹം എന്തായിരിക്കണം? യേശുവിനെ ഒന്ന് കാണണം. ആഗ്രഹത്തോടായിരിക്കണം. ഇന്നു മുതൽ ആഗ്രഹത്തോടായിരിക്കണം. വീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, വണ്ടി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. ഇതൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, ഇതെല്ലാം ദൈവം എനിക്ക് കിട്ടി. ഹല്ലേലൂയ. യേശുവിനെ കാണാൻ വേണ്ടി ഏങ്ങി ഏങ്ങി എൻ്റെ തേങ്ങലോടെ നിലവിളിച്ചു. ആ കണ്ണുനീരിന്റെ നടുവിൽ എൻ്റെ ദൈവം ഇറങ്ങി വന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. യേശുവിനെ കാണണം. നമ്മൾ പറയും, അയ്യോ എനിക്ക് കടം മാറണം, ജോലി കിട്ടണം. യേശുവിനെ കണ്ടാൽ, യേശുവിനെ കിട്ടിയവന് എല്ലാം കിട്ടി.
കിട്ടാത്തവനൊന്നും കിട്ടിയില്ല. നിന്റെ ആഗ്രഹം യേശുവിനെ കാണാൻ വേണ്ടിയുള്ള ആഗ്രഹമായിരിക്കണം. നിങ്ങൾ വേറെ ഒന്നും വലിയ ബംഗ്ലാവ് വേണം, വലിയ 10 നില ബിൽഡിംഗ് വേണം, ഒരു 10 ഏക്കർ സ്ഥലം വേണം എന്ന് ആഗ്രഹിക്കരുത്. ഇതെല്ലാം ദൈവം തരും. ബൈബിൾ പറയും, ചോദിക്കുന്നതിന് നിനക്കുന്നതിന് അത്യന്തരമായി തരുന്ന ദൈവം. ആമേൻ. നമ്മുടെ അളവുകൾ എവിടെ ദൈവം വെച്ചിട്ടുണ്ട്. നമ്മുടെ അനുഗ്രഹം എല്ലാം ദൈവം അളന്ന് പറക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നന്മയിലെ ലോക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. അത് മറ്റാരും കൊണ്ടുപോകത്തില്ല. എന്റെ അനുഗ്രഹം ഒരു ലോക്കറിനകത്ത് വെച്ച് ഞാൻ തുറന്നെടുക്കുക. നിങ്ങളുടെ അനുഗ്രഹം ആരും തട്ടിപ്പറിക്കത്തില്ല. ദൈവ പൈതലേ, നിന്റെ അനുഗ്രഹം നിനക്കുള്ളതാണ്. നീ പറഞ്ഞില്ല എങ്കിലും എന്റെ ദൈവത്തിന് അറിയാം. നീ പറഞ്ഞില്ലെങ്കിൽ എന്റെ ദൈവം നല്ല പോലെ അറിയാം. പക്ഷേ ഇവിടെ മറിയ പറഞ്ഞു, ആമേ, എനിക്ക് യേശുവിനൊന്ന് കാണണം. ആ കാണേണ്ട ദാഹത്തെ ആമേ ആഴത്തിലേക്ക് ഇറങ്ങി, അല്ലെ ആഗ്രഹം, ആമേ ദാഹത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി. യേശുവിനെ കാണുന്ന ആഗ്രഹം 1.5 അല്ല, അപ്പുറമായിട്ട് ആഗ്രഹമായിരുന്നു. യേശുവിനൊന്ന് കാണണം, ആഗ്രഹം വർദ്ധിക്കണം. ഇന്ന് ആമേ മറ്റുള്ളത് കാണാൻ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ ആഗ്രഹിക്കില്ലേ? ഇപ്പൊ നമുക്ക് ഒരു വെക്കേഷനിൽ ടൂർ പോകാം. ഇവിടെ പോകാം, ഊട്ടി പോകാം, കൊടൈക്കനാലിൽ പോകാം, മൈസൂർ പോകാം, ബാംഗ്ലൂർ പോകാം. ഇതെല്ലാവരും പറയും. പലരും പറയും, ഇതൊക്കെ കുറേ ദിവസം കൊണ്ട് പറയാൻ എന്നെ കൊണ്ടുപോകണില്ലല്ലോ. ഈ പറയുന്ന ആൾ പോയിട്ട് വരികയും ചെയ്യും. ഊട്ടി ചെന്നിട്ട് പറഞ്ഞു, അവിടെ ഭയങ്കര തണുപ്പാണ്, കൊള്ളായിരുന്നു കേട്ടോ, കൊണ്ടുപോകാമേ. വീണ്ടും പോയിട്ട് വരും. വീണ്ടും പറയും, അവിടെ നല്ല സുഖമായിരുന്നു കേട്ടോ. ഊട്ടിയിൽ AC ആരും ഇറക്കാറില്ല. ഊട്ടിയിൽ AC ഉണ്ടോ? AC വേണ്ട, അവിടെ AC ദൈവം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ കൊണ്ടുപോകാതിരുന്ന പറ്റുമോ? അനുഭവിക്കുന്നവനറിയാലേ അവിടെ നല്ല തണുപ്പാണെന്നും നല്ല കാലാവസ്ഥയാണെന്നും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് യേശുവിനെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അനുഭവിക്കത്തക്ക വണ്ണം, നിന്റെ ഹൃദയത്തിനകത്ത് വിട്ടുകൊടുക്കത്തക്ക വണ്ണം ഒരു ദൈവ സാന്നിധ്യ, ദൈവത്തിന് ആഗ്രഹം വർദ്ധിക്കണം. ആഗ്രഹം നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കും. അതെല്ലാം ഒന്ന് മാറ്റിവേ. നിങ്ങൾ ആഗ്രഹം ഇന്ന് മാറ്റിവേ. ആഗ്രഹങ്ങൾ വേണ്ടെന്നല്ല, എനിക്ക് യേശുവിനൊന്ന് കാണണം. ആഗ്രഹമാണ് പലതും മാറ്റിമറിക്കുന്നത്. ആഗ്രഹം ഒന്ന് വർദ്ധിക്കുമെങ്കിൽ ആ കണ്ണുനീരോടെ അല്ല മതിലകാരൻ മറിയ വേറെ എന്തെങ്കിലും ചോദിച്ചോ? അയ്യോ, യേശുവിനെ ഞാൻ കിട്ടിയിട്ടാണ് വേറെ എന്തെങ്കിലും നേടാനെന്ന് പറഞ്ഞോ? ഇല്ല, എനിക്ക് യേശുവിനൊന്ന് കണ്ടാ മതി. എല്ലാവരും വിട്ട് കല്ലറയിൽ ഓടിയപ്പോ മടങ്ങി വന്ന് വീട്ടിൽ തിരിച്ചു മടങ്ങിയപ്പോ ഒരു വ്യക്തി മാത്രം കരഞ്ഞുകൊണ്ടുന്നു. കണ്ണുനീരിന്റെ നടുവിൽ നിന്നുകൊണ്ടും വിശ്വാസ കണ്ണുകൊണ്ട് അവള് കല്ലറയിൽ കുനിഞ്ഞത് കൊണ്ടാ അവക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ ഒന്ന് കണ്ടിട്ടേ പോകത്തുള്ളൂ. ചില നിർബന്ധം പിടിക്കണം. ഇതിനകത്തിരിക്കുമ്പോ നിർബന്ധം പിടിക്കണം. യേശുവിനെ പിടിച്ചെടുക്കണം. ഞാൻ കൊണ്ടേ പോകൂ. ഇതിനകത്തിരിക്കുക പറയണം, ഞാൻ ഇന്ന് യേശുവിനെ കൊണ്ടേ പോകൂ. ഇതിനകത്ത് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കണം, ഞാൻ ഇന്ന് യേശുവിനെ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. എല്ലാവരും നിൽക്കത്തില്ല, ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും. ചിലപ്പോൾ എല്ലാവരും നിൽക്കത്തില്ല, ചിലപ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കും. വന്നവരിൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും പറയും, ഞങ്ങൾ പോണം. നീ പറഞ്ഞോ? അവരെ കൂടെ വിളിക്കുമ്പോൾ കൂടെ പോയി കഴിഞ്ഞാൽ അനുഗ്രഹമൊന്നും കാണാൻ പറ്റത്തില്ല, പെട്ടെന്നൊന്നും കിട്ടത്തില്ല. പക്ഷെ ആദ്യത്തെ അനുഭവം വേണമെങ്കിൽ, ആദ്യത്തെ നന്മ, ആദ്യത്തെ ദർശനം കിട്ടണമെങ്കിൽ, ആദ്യത്തെ ദർശനം കാണണമെങ്കിൽ അതിനൊരു ഭാഗ്യം വേണം. നീ അവിടെ പിടിച്ചു നിൽക്കണം. പിടിച്ചു നിൽക്കുന്ന സ്ഥലത്ത് വിശ്വാസത്തോടെ നിന്നാ, ദൈവം നിർത്തിയ സ്ഥലത്ത് ആ കല്ലറ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നിന്റെ വിശ്വാസ കണ്ണുകൊണ്ട് നിന്നെ കാണുവാൻ കഴിയും. ഓടി നടന്നാൽ കാണാൻ പറ്റൂല. ഇന്ന് ഇവിടുത്തെ പള്ളി, നാളെ അപ്പുറത്തെ പള്ളി, അതിൻ്റെ അടുത്ത ആഴ്ച അപ്പുറത്തെ പള്ളി മാറി കയറുന്ന പോലെ ബസ് മാറി കയറി കഴിഞ്ഞാൽ നീ ഒരു ബസ്സിനകത്ത് ഉറക്കത്തുമില്ല. ആമേ, ഒരു വയലിലും നട്ടാലിത് കിളിർക്കത്തുമില്ല, ഒരു വയലിൽ നിന്നും പറിക്കത്തുമില്ല. ആമേ, അങ്ങനെ ഓടുന്നവരോട് ഞാൻ പറയാ, അങ്ങനെ ഓടുന്നവർക്ക് ഈ വർഷം അനുഗ്രഹമില്ല. ആരും വന്നു പോയിക്കോട്ടെ. ഇവിടെ എത്രയൊരു വരുന്നു പോകുന്നു, എനിക്കത് വിഷയമേ അല്ല. എൻ്റെ വിളി അങ്ങനെയാ. ഇവിടെ ആര് വന്നു പോകുന്ന എൻ്റെ വിഷയമേ അല്ല. ആരും ഇല്ല എങ്കിലും ഒരു തൂണെങ്കിലും കാണും, 5 മക്കളെയും കാണും, അവിടെ പ്രസംഗിക്കും. ഹല്ലേലൂയാ. അതാ എൻ്റെ വിളി. കാര്യം തരുമോ? പ്രസംഗിക്കാൻ ദാഹം വന്നപ്പോൾ ഒരു മലയുടെ മണ്ടേ കയറി പ്രസംഗിച്ചവനാ. ചില റബ്ബർ നോക്കി പ്രസംഗിച്ചവനാ. കാര്യം എന്താണ്? അന്നൊരു പ്ലാറ്റ്ഫോം ഇല്ല, ഒരു മൈക്കില്ല. കാര്യം എന്താണ്? അകത്തൊരു ദാഹങ്ങളുണ്ട്. ഇന്ന് എനിക്ക് യേശുവിനൊന്ന് കാണണം. എൻ്റെ യേശുവിനെ കണ്ടേ തീരത്തുള്ളൂ. എനിക്ക് യേശുവിനെ കണ്ടേ തീരത്തുള്ളൂ. ആ ദാഹം, എരിവ് ഹൃദയത്തിനകത്ത് പറഞ്ഞു.
ദൈവമക്കൾ, അത് പറയുന്നതിനേക്കാൾ ആത്മഭാരം ഹൃദയത്തിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി വന്നാലേ അത്ഭുതം നടക്കത്തുള്ളൂ. മനസ്സിലായോ? ഭയങ്കര ആത്മഭാരം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അത്രത്തോളം ഒരു ആത്മഭാരം മറിയുടെ ഹൃദയത്തിനകത്ത് വന്നു. പേടിയുള്ള സമയത്തും ഇരുട്ടുള്ള സമയത്തും കല്ലറ നേരം വെളുക്കുന്ന സമയത്ത്, അതും കല്ലറ വേറെ ഒരിടത്തും അല്ല, വല്ല മാർജിൻ മുറിയിലോ വല്ല ഐസ്ക്രീം പാർലറിലൊക്കെ ആണെങ്കിൽ നിൽക്കായിരുന്നു, വല്ല പാർക്കിലൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കായിരുന്നു. അതും കല്ലറയുടെ അടുത്ത്, അതും യേശുവിൻ്റെ കല്ലറയുടെ അടുത്ത്. ബെസ്റ്റ്, നന്നായിരിക്കും. ഹല്ലേലൂയ. കാര്യം എന്താണെന്നറിയുമോ? ആ യേശുവിൻ്റെ കല്ലറ നിൽക്കാൻ ധൈര്യമുണ്ട്. ഇന്ന് ആരെങ്കിലും മരിച്ചെടുത്ത കല്ലറച്ച് നിൽക്കുമോ? നിൽക്കും. അതും രണ്ടൊരു കൂട്ട് വേണം. പക്ഷേ യേശുവിനെ നിനക്ക് സ്നേഹിക്കാം. യേശു പേടിപ്പെടുത്തുന്ന ദൈവമല്ല, അവൻ സ്നേഹിക്കുന്ന ദൈവമാണ്. യേശുവിൻ്റെ കല്ലറയിൽ നിനക്ക് എപ്പോഴും വേണോ പോകാം. അവൻ നിന്റെ അപ്പനായതുകൊണ്ടാ. അവൻ പേടിപ്പെടുത്തുന്ന ദൈവമല്ല. നിന്നെ വെരുട്ടുന്ന ദൈവമല്ല, നിന്നെ ഓട്ടിക്കുന്ന ദൈവമല്ല, നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന ദൈവമായതുകൊണ്ടാ. ഹല്ലേലൂയ. എന്നാൽ മറിയ, നീ കരയുന്ന എന്ത്? സ്ത്രീയെ, അവിടെ അവളോട്, സ്ത്രീയോട് പറഞ്ഞു, നീ കരയുന്നത് എന്ത് എന്ത് എന്ന് ചോദിച്ചു. നിങ്ങൾ പലരും ചോദിക്കും കേട്ടോ, കരഞ്ഞാലേ ചോദിക്കൂ. മറുപടി ഇല്ലാത്ത വിഷയത്തിന് കരഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ പലരും ചോദിക്കും, നീ കരയുന്ന എന്തിന്? അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മക്കള് വന്ന് പറഞ്ഞു നോക്കും, എന്തിനാ അമ്മ കരയുന്നത്? എൻ്റെ വന്ദനെന്ന് ചോദിക്കും. ഇപ്പം കരയുമ്പോൾ എന്തിനാ അമ്മ കരയുന്നത്? സ്നേഹമുള്ള മക്കള് ചോദിക്കും. അപ്പം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ ചോദിക്കും, എന്തിനാ അപ്പാ കരയണേ? കരഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു ചോദ്യത്തിന് നിൻ്റെ മുമ്പിൽ വരും, എന്തിനാ സ്ത്രീയെ നീ കരയുന്നത്? അറിയാം, ഇവിടെ ദൂതനെല്ലാം അറിയാം, ദൈവത്തിനും അറിയാം. പക്ഷെ നിൻ്റെ വായിന്ന് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ദൈവത്തിന്. ഇത് ചോദ്യം ചോദിക്കാൻ പറയും, ഇത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അറിയാമല്ലോ. പക്ഷെ എല്ലാം അറിയാമെങ്കിലും നിൻ്റെ വായിന്ന് പറയണത് കേൾക്കാൻ ദൈവത്തിന് ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത് വായിച്ചോ. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി. അവിടെ പറയാണ്, എൻ്റെ കർത്താവിനെ, നോക്കിക്കോളണം, എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി. നെഞ്ചിൽ കൈവച്ച് പറയാമോ? നെഞ്ചിൽ കൈവച്ച് പറയാമോ എൻ്റെ കർത്താവാണെന്ന്? എത്ര പേർക്കെന്ന് പറയാൻ പറ്റി? എൻ്റെ കർത്താവ്. ആത്മാർത്ഥയായിരിക്കണം. എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവ്. പറ്റണില്ല, എല്ലാവർക്കും പറ്റണില്ല. ഇത് പറയുമ്പോൾ സ്വർഗ്ഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണുള്ള നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കർത്താവാ, എൻ്റെ കർത്താവ്. എൻ്റേതാവണമെങ്കിൽ നിൻ്റേതായി സ്വർഗം മാറണം. നിൻ്റേതാവണമെങ്കിൽ നമ്മുടെ ആരായി മാറണം? യേശുവായി മാറണം. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയത് അവനെ എവിടെ വെച്ചു എന്ന്, അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ്, നോക്കിക്കോളണം, ഇത് കർത്താവിനെ എടുത്തുകൊണ്ട് പോയത് എവിടെ വെച്ചെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട്, ദൂതനോട് പറഞ്ഞിട്ട്, ഇത് പറഞ്ഞിട്ട് അവൾ എങ്ങോട്ട്? പിന്നോക്കം. പിന്നോക്കം തിരിഞ്ഞു. തിരിഞ്ഞ സമയത്ത് യേശു നിൽക്കുന്നത് കണ്ടു. നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന യേശുവിനെ നിൽക്കുന്നത് കണ്ടു. യേശു വായിച്ച് നമുക്ക് കുറച്ചുകൂടെ. യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു നിൽക്കുന്നത് കണ്ടിട്ട് യേശു എന്ന് അറിഞ്ഞില്ല. എല്ലാവരുടെയും സംഭവം തന്നെയാണ്. ഇന്ന് ലോകത്തൊക്കെ ജീവിക്കുമ്പോൾ യേശു ഉണ്ടെന്നറിയാം, സംഭവം കാര്യങ്ങളൊക്കെ അറിയാം, പലർക്കും അറിഞ്ഞുകൂടാ. ഇന്ന് അതാണ് ഏറ്റവും വലിയ പരാജയം. നിന്റെ അടുത്ത് യേശു ഉണ്ട്, പക്ഷെ ആർക്കും അത് കാണാൻ പറ്റണില്ല. നിന്നെ നടത്തുന്നൊരു യേശു ഉണ്ട്, നിനക്കത് അറിയാൻ പറ്റുന്നില്ല. പലപ്പോഴും അറിയാതെ പോകുന്നതാണ് നിന്റെ പരാജയത്തിന് കാരണം. പലപ്പോഴും യേശു, നീ കരഞ്ഞ സമയത്തും നിലവിളിച്ച സമയത്തും നീ എവിടെയൊക്കെ വിളിച്ചില്ലെങ്കിൽ യേശു നിന്റെ അടുക്കളുണ്ട്. സഹോദര, നിന്റെ അടുത്ത് യേശു ഉണ്ട്. സഹോദരി, നിന്റെ അടുത്ത് യേശു ഉണ്ട്. നിങ്ങൾ ചോദിക്കൂലേ, യേശു ഉണ്ടോ എൻ്റെ അടുത്ത്? നീ പോകുന്നിടത്ത് എല്ലായിടത്തും നിന്റെ കൂടെ യേശു ഉണ്ട്. നീ കിടക്കുന്നപ്പോൾ യേശുവിന്റെ മടിയിലാ തല വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും തലങ്ങളിലാണ് വെച്ചില്ല. അപ്പന്റെ കരം താങ്ങിയതാ, പൊന്നുകര താങ്ങിയത് കൊണ്ടാണ് ഇന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത്, അല്ലേ?
ഇന്ന് എത്രയോ ഈ ലോകത്തുനിന്ന് മണ്ണടിഞ്ഞപ്പോ അപ്പന്റെ പൊൻകരം കൊണ്ട് തലയൊന്ന് താങ്ങിയത് കൊണ്ടാ രാവിലെ പ്രഭാതത്തെ തട്ടിവിട്ടത് എന്ന് എഴുന്നേൽക്ക്. നിങ്ങളെ തലയണയായിട്ട് വെക്കുന്ന തലയണയല്ലേ, യേശുവിന്റെ കരമാണത്. അതുകൊണ്ടാണ് നേരം വെളുക്കുമ്പോ തക്ക സമയമാകുമ്പോൾ തട്ടി ഉണർത്തുന്നത്. ഇന്ന് പലതും തട്ടി ഉണർത്തിയിട്ടില്ല, ഈ ലോകത്ത് നീക്കപ്പെട്ടു. ഇന്ന് ഞാനും നീയും നീക്കപ്പെടാതിരിക്കുന്നത് അപ്പന്റെ കരങ്ങളായതുകൊണ്ടാണ്. ആ കരങ്ങളായതുകൊണ്ടാണെന്ന് തട്ടി ഉണർത്തി നമുക്ക് എഴുന്നേൽക്കാൻ പറ്റിയത്. യേശു അടുത്ത് നിന്നിട്ട് പോലും പക്ഷെ പെട്ടെന്നൊന്നും മറിയയ്ക്ക് മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ ആ കണ്ണുനീരിന്റെ നടുവിലും വേദനയുടെ നടുവിലും ആമെ മനസ്സിലാക്കാൻ പറ്റാത്ത ഇന്ന് ലോകത്ത് അങ്ങനെയാണ്. യേശു അത്ഭുതം ചെയ്യുന്നുണ്ട്, വലുത് ചെയ്ത് എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ആർക്കും മനസ്സിലാവാതെ പോകുന്നു. അതാണ് ഏറ്റവും വലിയ ദുഃഖം. നിങ്ങൾ പലരും പറയില്ലേ, എല്ലാ ദൈവങ്ങളും ഒന്നാണ്, ഞങ്ങളെല്ലാം അവിടെയാണ് ഇവിടെയാണെന്ന് പറയില്ലേ. എൻ്റെ കർത്താവാ നിന്നെ രക്ഷിക്കുന്നത്. നീ വിളിച്ചില്ലെങ്കിലും നിന്നെ താങ്ങുന്നത് യേശുവാണ്. കുഞ്ഞെ, നീ ആരടുത്ത് വന്നില്ല എങ്കിലും നിന്റെ അടുക്കൽ യേശു നിപ്പുണ്ട്. നീ ഏത് ദൈവത്തെ സേവിക്കാൻ വയ്യാലും നീ ഒരു ദൈവ പൈതലായതുകൊണ്ടാണ് നിന്റെ അടുക്കൽ യേശു ഉള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അടുത്ത വായിച്ചേ, യേശു നിൽക്കുന്നത് യേശു അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ഈ ചോദ്യം ആര് ചോദിച്ചു? ആദ്യം ആരാ ചോദിച്ചത്? ദൂതൻ ചോദിച്ചു. സ്ത്രീ ആദ്യം കരഞ്ഞും കൊണ്ട് ചോദിച്ചപ്പോ ആദ്യത്തെ ചോദ്യം ദൂതനും ചോദിച്ചു, നീ കരയുന്ന എന്തിന്? അടുത്ത അതേ ചോദ്യം ആര് ചോദിച്ചു? യേശു ചോദിച്ചു. അപ്പോൾ യേശുവിന് അറിഞ്ഞൂടെ കരയണം എന്തിനെന്ന്? നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എൻ്റെ യേശുവിന് അറിഞ്ഞൂടെ? അറിയാം. നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെല്ലാം യേശുവിന് അറിയാം. നിങ്ങൾ പറഞ്ഞില്ല എങ്കിലും എല്ലാം അറിയാം. കാര്യം തരമോ, ഇവിടുത്തെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം അവിടെയാണ്. ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് സകലതും അവിടുത്തെ ആയതുകൊണ്ട് സകലതും അറിയാം. അറിഞ്ഞാലും എൻ്റെ ദൈവത്തിന്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന കാര്യം, നിന്റെ നാവ് കൊണ്ട് പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്ത്രീയെ, നീ കരയുന്ന എന്ത്? നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ച് അവൾ യജമാനെ നീ അവനെ എടുത്തുകൊണ്ട് പോയി നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക. എല്ലാവരുടെയും ഇന്നത്തെ ലോകം കാണുന്നതാണ്, യേശുവിനെ തോട്ടക്കാരനായിട്ടാണ് കാണുന്നത്. പ്രൈസ് ഹല്ലേലൂയ. എൻ്റെ യേശുവിന് കൊടുത്ത വില തോട്ടക്കാരനാണ്. യേശുവിനെ അത്രേ കാണാൻ പറ്റുന്നത്. ആത്മീയ കാണുന്നില്ല, ഭൗതികത്തിലെ കണ്ണുകൊണ്ട് എല്ലാവരും നിസ്സാരനായിട്ടാണ് കാണുന്നത്, അല്ലേ? ആത്മകണ്ണ് തുറക്കുന്നവനെ യേശുവിനായിട്ട് കാണാൻ പറ്റും. നീ ഭൗതികത്തിലിരിക്കുമ്പോൾ, ജഡത്തിലിരിക്കുമ്പോൾ നിനക്ക് യേശുവിനെ എങ്ങനെ കാണാൻ പറ്റും? തോട്ടക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ കാവൽക്കാരൻ, സെക്യൂരിറ്റിക്ക് അത്രയും വിലയിൽ കൊടുക്കൂ. ഇന്ന് പലരും അത്രയും യേശുവിന് വില കൊടുത്തിട്ടുള്ളൂ. ലോകം അത്രയും വിലയിൽ കൊടുത്തിട്ടുള്ളൂ, യേശുവിന് അത്രയും വിലയിൽ ഇട്ടിട്ടുള്ളൂ. പക്ഷെ നിന്റെ കണ്ണിൽ അത് കണ്ടതുകൊണ്ടാണ്. നിനക്ക് യേശുവിനോട്ട് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. അത് ദൈവത്തിൻ്റെ പരാജയമല്ല, നിന്റെ പരാജയമാണ്. ഹല്ലേലൂയ. നിന്റെ തോൽവിക്ക് കാര്യം നിന്റെ ഭൗതികത്തിലെ കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ്. ആ ജഡത്തിൻ്റെ കണ്ണ് തുറന്ന് കിട്ടിയാൽ മാത്രമേ, ആത്മകണ്ണ് തുറന്നാൽ മാത്രമേ തോട്ടക്കാരനെ യേശുവിനായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം ജഡത്തിൽ നിന്നോട് കണ്ടപ്പോൾ, അടുത്ത് നിൽക്കുന്ന യേശുവിനെ ജഡത്തിൽ നിന്ന് നോക്കിയപ്പോൾ ആമേ തോട്ടക്കാരെന്ന് കരുതി നീ എടുത്തുകൊണ്ടുപോയോ? എന്നിട്ട് യേശുവിനോട് തന്നെ ചോദിക്കുന്നു, യേശുവെ നിന്നെ ആരെടുത്തുകൊണ്ട് പോയി എന്ന്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അവിടെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അത് ജഡീക കണ്ണുകൊണ്ട് കണ്ടത് കൊണ്ടാണ്. അവിടെ മനസ്സിലാക്കാൻ പറ്റാതെ തോട്ടക്കാരെന്ന് നിരൂപിച്ചവൾ യജമാനെ, തോട്ടക്കാരെന്ന് പറഞ്ഞാലും അവിടെ യജമാനെ എന്ന് വിളിച്ചു. അല്ലെങ്കിൽ ഉടനെ തോട്ടക്കാരാ. ആ സ്ത്രീ മാനി നോക്കിയോളാം. യേശു അല്ലെന്ന് പറഞ്ഞ് യജമാനെന്നാ വിളിച്ചത്. നിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവരെ നീ ബഹുമാനിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ജോലിക്ക് വരുന്ന വ്യക്തിയോട്
ബഹുമാനിക്കണം. അല്ല അവരെ ഓരോ ജോലി പറഞ്ഞ്, അല്ലെ കിളയക്കാരാ, അല്ലെങ്കിൽ അടുത്ത് വേറെ എന്തെങ്കിലും പേര്, ഓരോ പേരുണ്ടല്ലോ, ഈ പേര് പറഞ്ഞ് വിളിച്ചില്ല. ബഹുമാനിക്കേണ്ട അടുത്ത് ബഹുമാനം കൊടുത്ത് തന്നെ പോയി. അവിടെ ചെറിയവനോ വലിയവനെന്നും തോന്നാതെ ആമേ മറിയയ്ക്ക് ആമേ ഒരു ആത്മഭാരം ഉണ്ടെന്നാണ്. യജമാനനെ, യേശുവിനെ വിളിക്കേണ്ട അടുത്ത് തന്നെ വിളിച്ചു. യജമാനനെ, യജമാനനെ വിളിക്കേണ്ട രീതി തന്നെ വിളിച്ചതുകൊണ്ട് നീ എവിടെ കൊണ്ടുവച്ചു? യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയി. അവനെ എടുത്തുകൊണ്ട് പോയി എവിടെ? അവനെ എവിടെ വെച്ചു? അവനെ എവിടെ വെച്ചെന്ന് പറഞ്ഞു തരുവിൻ. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഇത് പറഞ്ഞു തന്ന മറിയയ്ക്ക് എടുത്തുകൊണ്ട് യേശുവിനെ പോണം എന്ന് അവനോട് പറഞ്ഞു. മറിയെ എടുത്തുകൊണ്ട് പോകാമെന്ന് ആരോട് പറഞ്ഞു? യജമാൻ തോട്ടക്കാരനോട് പറഞ്ഞു. ഇതിനകത്ത് വന്നാൽ യേശുവിനെ എടുത്തുകൊണ്ട് പോകാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഇതിനകത്ത് വന്നൊരു പറ, യേശുവിനെ ഞാൻ കൊണ്ടുപോകും. ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ യേശുവിനെ കാണുന്ന മാത്രമല്ല, കൊണ്ടുപോകും, ഞാൻ കൊണ്ടുപോകും എന്ന് പറയുന്നവർക്കായി കൃപ. ഹൃദയം കൊണ്ട് കൊണ്ടുപോകണം. നിന്റെ ഹൃദയം കൊണ്ട് യേശുവിനെ കൊണ്ടുപോകണം, നിന്റെ വീട്ടിൽ കൊണ്ടുപോകണം. ഇന്ന് വരാത്തവർക്ക് ഇത് കൊടുക്കണം, അവരും ആ സന്തോഷം അനുഭവിക്കണം. നിന്റെ കുടുംബത്തിന് സമാധാനം അനുഭവിക്കണം, സന്തോഷം അനുഭവിക്കണം, കുടുംബത്തിന് അസമാധാനങ്ങൾ നീങ്ങിപ്പോണം. യേശു നിന്റെ ഭവനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സമാധാനം വരും കുഞ്ഞേ, അവിടെ സന്തോഷം വരും, നിത്യാനന്ദം അവിടെ വരും, അവിടെ ബുദ്ധിമുട്ടും പ്രയാസം മാറും. നിന്റെ കുടുംബത്തിന്റെ കാര്യം നോക്ക നീയല്ല, യേശു ആയിരിക്കും. എൻ്റെ കുടുംബത്തിന്റെ കാര്യം ഡീലിംഗ് ചെയ്യുന്ന ഞാനല്ല, എൻ്റെ യേശുവാണ്. ഞാൻ വിട്ടിട്ട് പോകാറുണ്ട്, ചിലപ്പോഴും ചില ആഴ്ചകൾ മാറി നിൽക്കാറുണ്ട്. ഞാൻ ഒന്നുകൊണ്ട് ടെൻഷൻ പിടിക്കത്തില്ല. അമ്മ കാര്യം എല്ലാം എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലാണ് കൊടുക്കുന്നത്. എൻ്റെ യേശു കൂടെ ഉള്ളത് കൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഞാനുള്ളതിനെക്കാട്ടിലും ഭംഗിയായിട്ട് കാര്യം നടക്കും. യേശു ആ തോട്ടക്കാരെന്ന് പറഞ്ഞ് നിരൂപിച്ചുകൊണ്ട് ആ യജമാനെന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, യേശുവിനെ എവിടെ കൊണ്ടുവച്ചു? അവിടെ വെച്ച് എവിടെ കൊണ്ടുവച്ചോ അവിടെ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് പോകാം. കൊണ്ടുവച്ച സ്ഥലം ഒന്ന് പറഞ്ഞു തന്നാ മതി. എനിക്ക് സ്ഥലം അറിയത്തില്ല. ആ സ്ഥലം ഒന്ന് പറഞ്ഞു താ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ പറയുന്നു. ചിലത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദൈവത്തെ നിന്നിൽ നോക്കുക, അങ്കിലേക്ക് നോക്കുക, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പന്റെ മുഖത്തേക്ക് നോക്കുന്നുവാൻ. കരമടിച്ച് അല്പസമയം ഒന്ന് എടുക്കത്തക്കവണ്ണ ആ ദൈവത്തെ ഒന്ന് എടുക്ക്, മാറോട് ചേർത്ത് പിടിക്കത്തക്കവണ്ണ ഒരു കൃപ നിങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോ യേശുവിനെ ശ്രദ്ധിക്കേ, യേശുവിനെ കണ്ടാൽ മാത്രം പോരാ, യേശുവിനെ കൊണ്ടും പോകണം. നിങ്ങൾ ഇതിനകത്ത് വരുമ്പോൾ യേശുവിനെ കാണുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുപോകണം. നിങ്ങളുടെ യാത്രയിലൊക്കെ യേശുവിനെ കൊണ്ടുപോയാൽ ഒരനർത്ഥവും വരത്തില്ല. നിന്റെ കുടുംബത്തിനകത്ത് യേശു ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു പ്രാർത്ഥന കാണും, അതിനകത്തൊരു ആരാധന കാണും. ആമേ എപ്പോഴും ഒരേപോലെ ഇരുന്നുണ്ട് എടുത്തു വെച്ചും കൊണ്ട് പയറ്റില്ല. പ്രൈസില കാര്യം എന്താണ്? അതിനകത്തൊരു യേശു ഉണ്ട്. അതിനകത്ത് പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിക്കും, സ്തുതിക്കേണ്ട സമയത്ത് സ്തുതിക്കും. കാര്യം എന്താണ്? അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു യേശു ഉണ്ട്. കണ്ടാ മാത്രം പോരാ. മറിയുടെ ആഗ്രഹം, ആമേ കണ്ടാ മാത്രം പോരാ, കൊണ്ടും പോണം. എനിക്ക് കൊണ്ടുപോകണം, എൻ്റെ യേശുവിനെ കൊണ്ടുപോകണം. ഇന്ന് യേശുവിനെ എല്ലാവരും ലോകമ്പാട് ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ എത്ര ഒരു യേശുവിനെ കൊണ്ടുപോകും? എനിക്ക് നിങ്ങളോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, സഹോദരിമാരെ, എത്ര ഒരു യേശുവിനെ കൊണ്ടുപോകും? സഹോദരന്മാരെ, നിങ്ങൾ എത്ര ഒരു യേശുവിനെ കൊണ്ടുപോകും? ഒരു ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ വർഷത്തിൽ ഒരു ദിവസം മാത്രം കൊണ്ടുപോയാൽ പോരാ, എല്ലാ ദിവസവും കൊണ്ടുപോകണം. യേശുവിനെ എല്ലാ ദിവസവും. ഇന്ന് മാത്രം കുരിശെടുത്തുകൊണ്ട് പോയാൽ പോരാ, ഇന്ന് മാത്രം ഉയർത്തെഴുന്നേറ്റ് വിളിച്ചാൽ പോരാ, എല്ലാ ദിവസവും പറയണം, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ താമസിക്കാൻ യേശു ആഗ്രഹിക്കുന്നുണ്ട്.
പക്ഷെ നിങ്ങളത് വാസ്തവമായി അറിയുന്നില്ല. തൊട്ടടുത്ത് യേശു നിന്നിട്ട് പോലും ആമേ ഈ മറി അറിഞ്ഞില്ല. കാര്യം എന്താണ്? തോട്ടക്കാരനെന്ന പല രൂപത്തിലും വേഷത്തിൽ യേശു വരും. നിങ്ങളുടെ അടുത്ത് യേശു വരും, യേശു വരും. പക്ഷെ നീ ഇരിക്കുന്നിടത്ത് പ്രാർത്ഥനയോടെ ഇരുന്നോ, നീ കണ്ണുനീരോടും പ്രാർത്ഥന ഇരുന്നോ. വെളിപ്പെടേണ്ട സമയത്ത് വെളിപ്പെട്ട് തന്നെ വരും. നിനക്ക് ദർശനം തരുവാ, നിനക്ക് വെളിപ്പാട് തരുവാ, നിനക്ക് കാണിച്ചു തരാൻ ദൈവ ദർശനം തരുന്നുണ്ട്. ഞാൻ ഇതുപോലെ രാത്രി കഴിഞ്ഞ 2 ദിവസം മുമ്പേ എനിക്ക് ദുബായിൽ നിന്നൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. അവിടെ ഒരു ബ്രദറുണ്ട്, എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന. ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ എനിക്ക് സംസാരിക്കണം. സ്ഥിരം വിളിക്കും, എയർപോർട്ടിൽ ജോലിയാണ്. വീട്ടിൽ ചെന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് ഒരു 12 മണിയാണ്, കൃത്യം 12 മണിക്ക് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ബ്രദറെ എന്നോട് ദൈവത്തിൻ്റെ ആലോചന എന്ന് പറയാൻ പറഞ്ഞു. എന്തെങ്കിലും ദൈവത്തിൻ്റെ ആലോചന എന്നോട് പറയാൻ പറഞ്ഞു. പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഫോണിൽ കൂടെ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുക, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മ പറഞ്ഞു, ബ്രദറെ നിന്നോട് ദൈവം പ്രത്യേകമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബ്രദർ നിലവിളിക്കാൻ തുടങ്ങി, അവിടെ നിന്ന് അന്യഭാഷ പറയാൻ തുടങ്ങി. ഓ ബ്രദറെ, വാഗ്ദത്ത വചനങ്ങൾ ദൈവം എന്തൊക്കെ പറയേണ്ട ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മ സംസാരിച്ചു. ആ ബ്രദർ വാവിട്ട് നിലവിളിക്കുക. അർദ്ധരാത്രി 12 മണിക്ക് ദൈവത്തിന് സംസാരിക്കുവാൻ സമയം ഒരു വിഷയമേ അല്ല. പക്ഷെ എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം സംസാരിക്കും. ദൈവത്തിന് നിന്നോട് പ്രത്യേകം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേക സമയം കണ്ടെത്തണം. ദൈവം സംസാരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കാറുണ്ടോ? അതിനുവേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ ഏകാഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളെ വിഷയങ്ങളെല്ലാം മാറ്റിവേ, നിങ്ങളെ പ്രയാസങ്ങൾ മാറ്റിവേ, നിങ്ങളെ ഞെരുക്കങ്ങൾ മാറ്റിവേ, നിങ്ങളെ രോഗങ്ങൾ മാറ്റിവേ, എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഇന്ന് യേശുവിനോട് സംസാരിക്കാൻ പോകുകയാണ്. ഇന്ന് ആരെങ്കിലും പറഞ്ഞ് തയ്യാറായി ഇറങ്ങുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞ് തയ്യാറാവുന്നിടത്ത് പറയും, ഞാൻ നിന്നോട് സംസാരിക്കും. നീ എന്നോട് സംസാരിക്കാൻ വന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ ദൈവത്തോട് ചോദിച്ചു, അമ്മേ അവൻ എവിടെ കൊണ്ടുവച്ചു? ഞാൻ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. യേശു അടുത്ത വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, ആത്മഭാരത്തോടെ ഇരിക്കണം. കിട്ടുന്നവർ ചാടി പിടിച്ചോളണം, പിടിക്കാന്നുള്ള പിടിച്ചോളണം, എഴുന്നേറ്റ് എടുക്കണം, പിടിച്ചെടുത്തോളണം. അടുത്ത ഒരു ഭയങ്കര ഒരു രംഗത്തിലേക്ക് ആത്മാവ് കൊണ്ടുവരികയാണ്. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട് എന്നെ തുടരുത്. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരങ്ങളോട് അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവമായ അവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നെന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. ആമേ, യേശു തൊട്ടടുത്തുകൊണ്ട് സ്ത്രീ എന്ന് വിളിച്ചെടുത്ത് അടുത്ത് വിളിക്കുന്നു, മറിയേ മറിയേ. ഇന്നലെ വരെ സ്ത്രീ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇതിനകത്ത് പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഓ, പിടിച്ചെടുത്തോ. ഒരു വിടുതൽ സംഭവിക്കുന്നുണ്ട്. പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. മറിയേ, ഇതിനകത്ത് പേര് മാറി വിളിക്കുന്ന ഒരു വിടുതൽ സംഭവിക്കുന്നുണ്ട്. പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ പേര് പറഞ്ഞ് ഇതിനകത്തിരിക്കുന്നവരെ പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അമ്മച്ചി, പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്റെ ദൈവം പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആമേ, നിങ്ങളെ നോക്കി പേര് നോക്കി വിളിക്കുന്ന ദൈവം. യെസ്
ഇന്ന് നിങ്ങളെ നോക്കി പേര് പറഞ്ഞ് വിളിക്കണമെങ്കിൽ എൻ്റെ അപ്പൻ്റെ സ്നേഹം എത്രയാണെന്ന് തിരിച്ചറിയണം. ഈ ലോകത്ത് ഏറ്റവും വലിയ പണത്തെക്കാട്ടിലും ഈ ലോകത്തിൻ്റെ നന്മയെക്കാട്ടിലും എൻ്റെ യേശുവിൻ്റെ വിളി എനിക്ക് മതി ജീവിക്കുവാൻ. യേശുവിൻ്റെ തെരഞ്ഞെടുപ്പ് മതി. പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്, പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആമേൻ. അവന്റെ പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. ശമൂവേലേ, നിന്റെ പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. യവനെ പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ തലമുറകളെ പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇതിനകത്ത് വന്നില്ല എങ്കിലും നിങ്ങളുടെ തലമുറയെ പേര് പറഞ്ഞ് വിളിക്കുന്ന ദൈവം. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് അത് ആനന്ദം അനുഭവിക്കാൻ മന്നുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ടാ തോട്ടക്കാരൻ യേശുവായി മാറുന്നത് അല്ലേ? ഒരു സെക്കൻഡ് കൊണ്ടാ സ്ത്രീ മറിയായി മാറുന്നത്. രണ്ട് വെളിപ്പാടുകൾ സംഭവിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ട് നിന്നെ ഇന്നലെ വരെ എന്താണെന്ന് വിളിച്ചത് സ്ഥിതി മാറുന്നു. ഒരു സെക്കൻഡ് കൊണ്ട് തോട്ടക്കാരൻ നിരൂപിച്ചത് ആരായി വന്നു? ലോകത്തിൻ്റെ പ്രഭുവായി മാറുന്നുണ്ട്, ഒരു യേശുവായി മാറുന്നുണ്ട്. ഒരേ സെക്കൻഡിൽ രണ്ട് സംഭവം. നിന്റെ പേര് മാറുന്നുണ്ട്. അത് മാറുന്ന ഉടനെ തന്നെ യേശു മറിയെന്ന് വിളിച്ചപ്പോ തോട്ടക്കാരൻ യേശുവായി മാറി. വലിയ മറക്കൽ സംഭവിക്കുന്നുണ്ട് ഇതിനകത്ത്. ഈ 2024 നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മറക്കൽ സംഭവിക്കുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ മുഖാന്തരം, ദൈവത്തെ കണ്ട മുഖാന്തരം, സ്വീകരിച്ച മുഖാന്തരം ഒരു ദൈവ പ്രവൃത്തിയുടെ ഭവനത്തിനകത്ത് സംഭവിക്കുന്നുണ്ട്. പിടിച്ചെടുത്തോ, പിടിച്ചെടുത്തോ, പിടിച്ചെടുത്ത യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുക, യേശുവിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ അടങ്ങിയിരിക്കത്തില്ല. അവ ചാടി ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. ശ്രദ്ധിക്കേ, കരമടിക്കാൻ നമുക്ക് സമയമുണ്ട്. അടുത്ത ശ്രദ്ധിക്കേ. യേശു അവളോട് മറിയേ എന്നു പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട് വെളിപ്പാടുകൾ തുറക്കുന്ന സമയം. നിങ്ങൾ കണ്ണ് തുറന്ന് കിട്ടണം. യേശുവിനെ കാണുവാനുള്ള വെളിപ്പാട് തുറക്കണം. പറ, എൻ്റെ നഗ്ന ദേഹങ്ങൾ തുറക്കണം. അകത്തുള്ള കണ്ണ് തുറന്നാലേ യേശുവിനെ കാണാൻ പറ്റൂ. ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ വിളിച്ചു പറയുന്നു, നിന്റെ അകക്കണ്ണ് തുറക്കണം. ഒരു ഈസ്റ്റർ ആഘോഷിക്കുമ്പോ യേശുവിനെ കാണാൻ വേണ്ടി കണ്ണ് തുറക്കണം. ജീവിക്കുന്ന യേശുവിനൊന്ന് കാണണം. നിന്നെ ഇതുവരെയും പോറ്റി പുലർത്തിയ, നിന്നെ കരം പിടിച്ച് കൊണ്ടുവന്ന, ഒരു കാക്കയ്ക്കോ ഒരു പൂച്ചയ്ക്കോ കഴുകനോ ഇട്ട് കൊടുക്കാതെ, ഈ ലോകത്തിന്റെ ശത്രു ഇട്ട് കൊടുക്കാതെ പോറ്റിയ ദൈവത്തിനോട് പറ, എന്റെ അപ്പാ നീ മതി. ഒരു പിശാചിനെ വിട്ടുകൊടുക്കാതെ. അല്ലെ, പലപ്പോഴും നിന്നെ തകർക്കാൻ നോക്കി. ഹല്ലേലൂയ. ഇന്ന് നിനക്ക് ഇതിനകത്ത് നിൽക്കുമെന്ന് പറയാൻ പറ്റോ? എന്റെ യേശുവിനെ ഞാൻ കണ്ടാ മാത്രം കൊണ്ടുപോകും. പോണ മാത്രമല്ല, യേശു എന്നെ വിളിക്കും. പേര് പറഞ്ഞുള്ള വിളിയിൽ എൻ്റെ അപ്പന്റെ ദർശനം കിട്ടുന്ന ആമേ ഒരു വെളിപ്പാടിലേക്ക് കൊണ്ടുപോകുക. ശിഷ്യന്മാർക്ക് ആർക്കും കിട്ടാത്ത ഭാഗ്യം ആ സ്ത്രീയിലേക്ക് വന്നു വിടുന്നു. ഓ, സ്ത്രീയിലേക്ക് വന്നു വിടുന്നു. ആദ്യത്തെ വെളിപ്പാട് കൈമാറുക. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തതിന് ശേഷം അത് ആരമേൽ വന്നു വിടുന്നു? മറിയയിൽ വന്നു. നീ ഒരു മറിയ, നീ കരയുമ്പോ നിന്റെ റൂമിനകത്ത് ഇറങ്ങി നിൽക്കുന്ന യേശു. ഓ, കാണണം. നീ ഒന്ന് കാണണം. ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരണം.
ആ വെളിപ്പാടിലേക്ക് ഒന്ന് എത്തിച്ചേരണം. എന്റെ യേശുവിനെ കാണുവാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയല്ലോ. അപ്പാ ഒന്ന് പറ, ഞാൻ പാവനിയാ, പാപം ചെയ്തവളാ, ഭൂതം പിടിച്ചവളാ, ആർക്കും വേണ്ടാത്തവളായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞത് കൊണ്ടാ എനിക്ക് കിട്ടിയത്. എല്ലാവരും ഓടി, നിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഓടും, പക്ഷെ നീ ഓടാതെ നിന്നു. കാര്യം എന്താണ്? എനിക്ക് യേശുവിനെ കിട്ടണം, യേശുവിനെ കിട്ടണം, യേശുവിനെ കിട്ടണം, യേശുവിനെ കിട്ടണം. ഇത് പറയുമ്പോ തന്നെ ആത്മമണ്ഡലത്തില് ഒരു വിടുതൽ സംഭവിക്കുന്നുണ്ട്. ആത്മമണ്ഡലത്തിൽ ഒരു തീ ഇറങ്ങുന്നുണ്ട്. ആത്മമണ്ഡലത്തില് ഒരു സ്വർഗീയ കാറ്റ് അടിക്കുന്നുണ്ട്. ഓ എന്റെ യേശുവേ, എന്റെ യേശുവിനെ കണ്ട് പറഞ്ഞ് തീരാൻ പറ്റുന്നില്ല. എന്റെ യേശുവിനെ കാണുന്ന ആ ഒരു രംഗം കണ്ടോ? യേശുവിനെ കാണുന്ന രംഗം കണ്ടോ? കല്ലറയ്ക്കകത്ത് നിൽക്കുന്ന മറിയയോ, കല്ലറയ്ക്കകത്തിരിക്കുന്ന ദൂതന്മാരുടെ നടുവില്, രണ്ട് ദൂതന്മാരുടെ നടുവില് എന്റെ യേശു നിൽക്കുന്നുണ്ട്. ഓ, രണ്ട് ദൂതന്മാര് അപ്പുറം ഇപ്പുറവും. മന്ദിരകാരൻ മറിയവിടെ, യേശു ഇവിടെ. നിന്റെ ഭവനത്തിനകത്ത് രണ്ട് ദൂതന്മാരുടെ നടുവിലാ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. യെസ്, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് രണ്ട് ദൂതന്മാർ അപ്പുറവും ഇപ്പുറവും. ഓ ഹോ ഓ ആ രേ ശബല തന്തല ബൗഡ വൈഡ പ്രൗഢ രന്തല ബൗഡ റീക മാന. ആ വെളിപ്പാട് കൈമാറ്. ആ ദർശനം പലരും കാണുന്നുണ്ട്. ആത്മമണ്ഡലം തുറന്നു കിട്ടുന്നുണ്ട്. യേശുവേ, എനിക്ക് യേശുവിനെ കണ്ടാൽ മതി, യേശുവിനെ കണ്ടാൽ മതി. ഈ ഭാഗം വായിച്ചപ്പോ ഞാൻ കുറേ ഇരുന്ന് കരഞ്ഞു. ഇന്നലെ ഈ ഭാഗം വായിച്ചു, ഞാൻ കുറേ ഇരുന്ന് കണ്ണുനീരോടെ കരഞ്ഞു. കാര്യം എന്താണ്? എന്നെ വിളിച്ചത് ഇങ്ങനെയാ. ഈ രംഗം വായിച്ചപ്പോ മടമടാ കരഞ്ഞു ഞാൻ. ഒരു പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞു നിന്ന് ഞാൻ കരയായിരുന്നു. കാര്യം എന്താണ്? ഒരു മറിയെ പോലെയാ എന്നെ വിളിച്ചത്. ദൈവഫലം അനുഭവിക്കുന്ന സ്നേഹം, യേശുവിന്റെ സ്നേഹം പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കുടുംബത്തിനകത്ത് എല്ലാരെയും വിളിക്കാൻ നിങ്ങളെ വിളിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇതിനകത്ത് എല്ലാരെയും വിളിച്ചിട്ടില്ല, നിങ്ങളുടെ പേര് പറഞ്ഞ് വിളിച്ചത്. നിങ്ങളെ കുടുംബത്തിനകത്ത് നിങ്ങളെന്നൊരു വ്യക്തിയായിരിക്കാം, അത് നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷയായി മാറുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷയായി നിങ്ങൾ ഒരു വ്യക്തി മുഖാന്തരം ആ ദേശത്തിന്റെ അനുഗ്രഹമായി മാറുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവിനാൽ ദേശം ശോഭിക്കപ്പെടും. ഹല്ലേലൂയ. അടുത്ത കാര്യം പറയാ. യേശു അവളോട് മറിയേന്ന് വിളിച്ചു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇത് എനിക്ക് ഫീലിംഗ് ഉണ്ടാ കാര്യം എന്നറിയാമോ? എനിക്ക് ഇത്രയും ഫീലിങ്ങും ഞാൻ കരയുവാനൊക്കെ സംഭവം ഉണ്ടായി. ഇത് വായിച്ചപ്പോൾ ഇന്നലെ കരഞ്ഞു. അതിന് ഫീലിംഗ് ഉണ്ടാ കാര്യം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാ പറയുന്നു, മറിയയുടെ മുഖത്ത് നോക്കി മറിയെന്ന് വിളിക്കുക ഈ ലോകത്ത് ഒരാളേ ഉള്ളൂ, വേറെ ആരുമില്ല. യേശു മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാ എല്ലാരും വിളിക്കുമ്പോഴല്ല വിളിച്ചത്. എല്ലാവരും വിളിയോലല്ല യേശു വിളിച്ചത്. അതുകൊണ്ട് ഇതിനകത്ത് അത്രയും ഫീലിംഗ് അനുഭവിക്കുന്നത്. യേശുവിൻ്റെ വിളി എന്ന് വെച്ചാൽ ഒരു പ്രത്യേക വിളിയാ. എല്ലാരും വിളി പോലെ അല്ല, എല്ലാരും വിളിക്കും പോലെ അല്ല. ഒരു സ്നേഹത്തിന്റെ കണ്ണുനീരിന്റെ ഒരു ആനന്ദത്തിന്റെ സ്നേഹം അതിനകത്ത് കിടക്കുക അല്ലേ അമ്മേ? ഇപ്പൊ ചിലർ വിളിക്കും, എന്നെ വിളിക്കുക സതീഷേ, ചിലർ വേറൊരു വിളിക്കും ഡേ, ചില വിളിക്കും വേറൊരു ബഹുമാനത്തെ, ചിലർ വിളിക്കുന്നുണ്ട്. പക്ഷെ യേശു വിളിക്കുന്ന അങ്ങനെയല്ല, ഒരു സ്നേഹത്തിൻ്റെ നടുവിൽ നിന്നാണ് വിളിച്ചത്. മറിയ ആരും മറിയെ ആമേ അത്രത്തോളം ആ ഒരു മറിയയ്ക്ക് അനുഭവിക്കാനുള്ള ഫീലിംഗ് എന്ന് പറഞ്ഞാൽ യേശു മാത്രമേ മറിയയെ അത്രത്തോളം സ്നേഹമായിട്ട് വിളിച്ചിട്ടുള്ളൂ. യേശുവിൻ്റെ ശബ്ദം മറിയയ്ക്ക് അറിയാൻ നേരത്തെ. അതുകൊണ്ടാണ് ശബ്ദത്തിൽ ആമ ഇടറിയില്ല.
യേശു വിളിച്ച സമയം ശബ്ദത്തിൻ്റെ നടുവിൽ സ്നേഹം നിറഞ്ഞു. പലരെയും ശബ്ദം കേൾക്കുമ്പോൾ പേടിക്കൂലേ? കിടന്ന് ഉറങ്ങുമ്പോൾ അയ്യോ പല ശബ്ദങ്ങളും, വാ വാ കൊണ്ടുപോവാൻ നിന്നെ, വാ വാ ഇപ്പം നിന്നെ തിന്നും, വാ നിന്നെ ഇപ്പം കൊല്ലും, വാ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ അക്ക, പറഞ്ഞില്ലേ അച്ചി, അമ്മച്ചി ഇങ്ങനെ വിളിക്കും. പക്ഷെ യേശു വിളിച്ചത് അങ്ങനെയല്ല. എല്ലാവരും വിളിക്കും പോലത്തെ വിളിയല്ല എൻ്റെ യേശു വിളിച്ചത്. അവൻ വിളിച്ച വിളി ആമേ മറിയേ. അകത്തൊരു സ്നേഹം ഇറങ്ങിയത് കൊണ്ട് യേശുവിൻ്റെ വിളിക്കൊരു പ്രത്യേകതയുണ്ട്. യേശു നിങ്ങളെ നോക്കി വിളിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പേടിക്കരുത്, നിങ്ങൾ ഭയപ്പെടരുത്. ആ സെക്കൻഡിൽ തന്നെ, അപ്പോൾ ഉടനെ തന്നെ എബ്രായ ഭാഷയിൽ റബൂനി, അടുത്ത് തിരിച്ച്, അതാണ് നമുക്ക് ഏത് പാത്രത്തിൽ വിളമ്പി തരുമോ അതേ പാത്രത്തിൽ തിരിച്ചു തരും. നിങ്ങൾ ഏത് പാത്രത്തിൽ വിളമ്പുമോ അതേ പാത്രത്തിൽ വിളമ്പി തരുന്നൊരു യേശു ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഏത് പാത്രത്തിലാണ് വിളമ്പുന്നത് അതേ പാത്രത്തെ തിരിച്ചു തരുന്നൊരു ദൈവമുണ്ട്. സ്നേഹത്തോടെ മറിയേന്ന് വിളിച്ചപ്പോ എബ്രായ ഭാഷയിൽ വിളിച്ചൊരു വാക്കുണ്ട്, ആമേ റബൂനി. എൻ്റെ ദൈവം സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. സ്നേഹത്തിൻ്റെ കരങ്ങളിലാ. ആ സ്നേഹത്തോടെ മറിയ വിളിച്ചപ്പോ റബൂനി എന്ന് വിളിച്ചു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഗുരു. നീ എൻ്റെ ഗുരുവാണ്, നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ അപ്പനാണ്, നീ എൻ്റെ അമ്മയാണ്, എല്ലാമാണ് എൻ്റെ ഗുരു. ഗുരുവിന് മേലെ ഒന്നുമില്ല. അമ്മയാണ്, അപ്പനാണ്, സകലത്തിന്റെ മേലാണ് ഗുരു. അങ്ങനെയാണെങ്കിൽ സകലത്തിന്റെ മേലാണ് എൻ്റെ യേശു. സകലത്തിന്റെ മേലാണ് യേശു. ലോകത്തിന്റെ സകലത്തിന്റെ മേലാണ് യേശു. അതാ റബൂനി. ഇത് പറഞ്ഞപ്പോ, ഇത് കേട്ടപ്പോ ഒന്ന് ശബ്ദമൊന്നും ഇടല്ലേ, കുറച്ചു നേരത്തുമ്പോഴേക്ക് ഒന്ന് തുടരണമെന്നുള്ള ആഗ്രഹം ആർക്കും വന്നു? മറിയയ്ക്കൊന്നു. ഒന്ന് തൊട്ടെങ്കിൽ കൊള്ളായിരുന്നു. തൊടാൻ വരട്ടെ. നിന്റെ ആഗ്രഹമൊക്കെ ശരി തന്നെ, ഞാൻ സമയം തരാം. നിനക്കെന്നെ ഒന്ന് തൊടണമല്ലേ? ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന, സ്വർഗാരോഹണം ചെയ്യും മുമ്പേ നിൽക്കുന്ന, നിന്റെ മുമ്പിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന, മറിയുടെ മുമ്പിൽ നിൽക്കുന്ന യേശുവിനെ നിന്റെ ഭവനത്തിനകത്ത് നീ ഒരു മറിയായിട്ട് നിൽക്കണം. അതിനകത്ത് നിൽക്കുന്നത് യേശു ആയിരിക്കണം. ആ ഒരു വെളിപ്പാടിലേക്ക് നിൽക്കുമ്പോൾ ആമേ, ആദ്യത്തെ ദർശനം മറിയയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വെളിപ്പാട് നിങ്ങൾക്ക് കൈമാറുകയാണ്. സഹോദരിമാരെ, നിങ്ങൾക്കാണ് ആദ്യത്തെ വെളിപ്പാട് കിട്ടിയത്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. കാര്യം എന്നറിയാമോ? സഹോദരിമാരാണ് കൂടുതൽ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഭർത്താവ് ഇറങ്ങിയിട്ടില്ല, നിങ്ങളുടെ മക്കൾ ഇറങ്ങിയിട്ടില്ല. നിങ്ങളുടെ ദൈവത്തെ അറിയാൻ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാര്യം എന്താണ്? ഒരു മറിയ വില കൊടുത്തത് കൊണ്ടാണ്, മറിയ ഓടിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ നിൽക്കുന്നത്. ആമേ ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ സഹോദരന്മാര് പേടിക്കണ്ട, സഹോദരന്മാര് ധൈര്യമുണ്ട് അല്ലേ? പത്രോസൊക്കെ ചെയ്തു, ധൈര്യത്തോടെ കയറിയെങ്കിലും പോയി. പക്ഷെ മറിയ കരഞ്ഞു. കാണണമെന്നുള്ള ആഗ്രഹം മാത്രമല്ല, എനിക്ക് യേശുവിനൊന്ന് കൊണ്ടുപോകണത് ആഗ്രഹം വന്നത് സഹോദരിമാർക്കാണ്. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ സാക്ഷിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് സമയമില്ല. അതിനും അമ്മയും ഭാര്യയുമാണ്. അവർ കരഞ്ഞ മുഖാന്തരമാണ് ഇന്ന് എന്നെ ദൈവം പിടിച്ചത്. ഹല്ലേലൂയ. ആ സാക്ഷി പറയാൻ സമയമില്ല. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് ഒരു സ്ത്രീ മുഖാന്തരം, അല്ലെങ്കിൽ ഒരു അമ്മ മുഖാന്തരം, അല്ലെങ്കിൽ ഒരു കുടുംബ മുഖാന്തരം, വ്യക്തി മുഖാന്തരം യേശുവിനെ കാണുവാനിട വന്നു. അവിടെ പറയുന്നു, നീ എന്നെ തുടരുത്. ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായ എൻ്റെ ദൈവം നിങ്ങളുടെ പിതാവുമായ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് പറഞ്ഞു. സ്വർഗ്ഗാരോഹണത്തിനു മുമ്പേ. പക്ഷെ തൊടുവാനൊരു ഭാഗ്യം ആർക്ക് കിട്ടി? തോമസിന് കിട്ടി. ആ പ്രസംഗം അടുത്ത മാറ്ററാണ്. എന്നാൽ യേശുവിനെ നിങ്ങൾക്കൊന്ന് സ്വീകരിക്കുവാൻ, ഹൃദയത്തിലേക്ക് തൊടുക മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇരിക്കുവാൻ വേണ്ടി യേശു തയ്യാറാക്കുകയാണ്.
യേശു തൊടുക മാത്രമല്ല, നിന്റെ ഹൃദയത്തിനകത്തേക്ക് താമസിക്കുവാൻ എൻ്റെ യേശു റെഡിയായി നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ യേശു, ആമേ, ജയിച്ച് ജയാളിയായി നിൽക്കുന്ന യേശു, ആമേ, ജയാളിയായി നിൽക്കുന്നുണ്ട്. ആമേ, നീ കണ്ട ദർശനത്തിൻ്റെ മേൽ, വെളിപ്പാടിന്മേൽ യേശു നിനക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട്, നിന്റെ കൂടെ നിൽക്കുവാൻ. ഹല്ലേലൂയ. യേശുവിനെ കിട്ടിയ ആ മറിയ, ആമേ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ യേശുവിനെ തൊടാൻ പോയ സമയത്ത് ആത്മാവ് കൊണ്ട് പറഞ്ഞു, ഞാൻ ആത്മാവ് കൊണ്ട് തൊട്ടു. എല്ലാവരും പൗദ്യത്തിൽ തൊടാൻ ആഗ്രഹിച്ചപ്പോൾ മറിയ ആത്മാവിൽ തൊട്ടു. അല്ലേ? കൈ കൊണ്ട് തൊടാൻ പറഞ്ഞു, നീ കൈ കൊണ്ട് തൊടണ്ട, ആത്മാവ് കൊണ്ട് തൊട്ടു. 12 വർഷം രക്തസ്രാവ സ്ത്രീയും ആമെ തൊട്ടത് കൈ കൊണ്ടല്ല, ആത്മാവ് കൊണ്ടാ. അവർക്ക് തുടക്കായിരുന്നു, പക്ഷേ അവൾ ആത്മാവ് കൊണ്ട് തൊട്ടതുകൊണ്ട് അവർ രക്തസ്രാവം നിന്നത്. ഇന്ന് യേശുവിൻ്റെ അടുക്കൽ നിൽക്കുന്നുണ്ടെങ്കിലും അവൾ ആത്മാവ് കൊണ്ട് തൊട്ടിട്ടാണ് നിൽക്കുന്നത്. ഇന്ന് കൂട്ടത്തിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാവിൽ തൊട്ടത് കൊണ്ട് അവിടെ ഇരിക്കുന്നത് വിളിച്ചു പറയുന്നു. ആത്മാവിൽ തൊട്ടത് കൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു യേശുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റുന്നുണ്ട്. ആത്മാവിൽ നിന്ന് പാടിയിരുന്നുക, യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഓ ഞാനും എന്നേക്കും ജീവിക്കയാ, എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശു വിട്ടുകൊടുത്തേ. ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഒരു വിടുതൽ സംഭവിക്കുന്നുണ്ട്. ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷക്കല്ലു തകർക്കകയാ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷക്കല്ലു തകർക്കകയാ. ഇനി ചെല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഓ ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഓ വിട്ടോട് യേശു കർത്താവ് ജീവിക്കുന്നു. ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് കരങ്ങളെ ഉയർത്തി, 2 കരങ്ങളെ ഉയർത്തി പറ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു യേശു ക്രിസ്തു ജീവിക്കുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്നത് കൊണ്ടാ ഇന്ന് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. അതിന് തെളിവാണ്. പലരും ചോദിക്കും, യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ തെളിവാണ്. എൻ്റെ കൂടെ നിൽക്കുന്നൊരു തെളിവാണ്. നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാ
എൻ്റെ യേശു ജീവിക്കുന്നത്. യേശു ജീവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുന്നുണ്ട്. കാര്യം എന്താണ്? മറിയേന്ന് വിളിച്ചപ്പോൾ റബൂനി എന്ന് വിളിച്ചു. ജീവനുള്ളത് കൊണ്ടാണ്. വിളിച്ചപ്പോൾ വിളി കേട്ടതിന് ജീവനുണ്ടെന്ന് പറയും. പലതിനെയും വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. ഈ സ്വർഗാരുണ ചെയ്ത് ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കുന്ന, ലോകമെമ്പാടും ആഘോഷിക്കുന്ന സുദിനത്തിൽ വിളിച്ചു പറയുന്നു, നിന്നെ പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട് യേശു. നീ വിളി കേട്ടില്ല എങ്കിൽ നീ ശവമാണ്. നിന്നെ വിളിച്ച വിളി കേട്ടില്ലെങ്കിൽ നീ ശവമാണ്. നീ വിളി കേട്ടാൽ തിരിച്ചു വിളിക്കണം. റബ്ബൂനി, റബ്ബൂനി, ഗുരുവേ. ഹല്ലേലൂയ. എത്ര സന്തോഷമായ ദിനം. നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചു കഴിഞ്ഞാൽ അഡ്രസ്സ് മാറി. നിങ്ങളെ സ്ഥിതി പാടേ മാറി. ദൈവമക്കളെ, നിങ്ങളെ കുടുംബത്തിൻ്റെ സ്ഥിതി പാടേ മാറി. കാര്യം എന്താണ്? നിന്നെ വിളിച്ച് വേർതിരിച്ചൊരു യേശു ഉണ്ട്. നിന്നെ അനുഗ്രഹിച്ചൊരു യേശു ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് പാടെ മാറ്റുന്ന, അഡ്രസ് ചേഞ്ച് ചെയ്യത്തക്കവണ്ണം ഒരു ദൈവ പ്രവൃത്തി ഭവനത്തിന് സംഭവിക്കുന്നുണ്ട്. വരുന്ന 6-ാം മാസത്തിനകത്ത് 5-ാം മാസവും 4-ാം മാസവും ഭയങ്കര വിടുതലായി സംഭവിക്കും. ഇവിടെ മാത്രമല്ല, പല രാജ്യങ്ങളിൽ 4-ാം മാസം ഭയങ്കര മറക്കലായിരിക്കും. ആത്മ പറയുന്നു, 4-ാം മാസത്തിൽ വിടുതലില്ലാത്ത 25 വർഷം പഴക്കമുള്ള വിഷയത്തിന് ആത്മ പറയുന്നു 4-ാം മാസത്തിൽ വിടുതൽ സംഭവിക്കും. 25 വർഷം പഴക്കമുള്ള ഒരു വിഷയത്തിൻ്റെ മേൽ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. അതിനകത്താണെങ്കിൽ അതിന് താഴോട്ടുള്ള എല്ലാ വിഷയത്തിനും മറുപടിയാണ്. 25 താഴേക്കുള്ള ഡേറ്റ് പറയുന്നു. 4-ാം മാസം വലിയ മറക്കൽ ചെയ്യും. പിടിച്ചെടുത്തോ, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്ന ദൈവം സകലരും അനുഗ്രഹിക്കുമാറാട്ടെ. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ അടിയനെ നിർത്തിയനായ സ്തോത്രം. ദൈവാത്മാവിനോട് സംസാരിച്ചനായ സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിച്ചു അപ്പ. അടിയൻ ഞങ്ങളെ ഉപയോഗിച്ചനായ സ്തോത്രം. ഈ ശബ്ദം കേട്ട ചാനലിലൂടെയും മന്ന ടിവിയുടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ലോകമെമ്പാടും കേൾക്കുന്ന ദൈവമക്കൾക്ക് ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും ഒരു അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രസംഗം കേൾക്കുന്ന ഓരോരുത്തർ കൂടെയും തൻ്റെ മക്കളെ മറിയെ വിളിച്ചതുപോലെ ഓരോരുത്തരെ പേര് പറഞ്ഞ് വിളിക്കത്തക്കവണ്ണം ദൈവകൃപ കൊടുക്കണം. പേര് പറഞ്ഞ് വിളിക്കുമ്പോൾ അവർ തിരിച്ച് റബ്ബൂനി എന്ന് വിളിക്കത്തക്കവണ്ണം ഒരു കൃപ, ഗുരുവേ, യേശുവേ എന്ന് വിളിക്കത്തക്കവണ്ണം ആത്മഭാരം തൻ്റെ മക്കൾ മേൽ പകർന്നിരിക്കുന്നതിനായ സ്തോത്രം. ഇവരെ സ്ഥിതിഗതി പാടെ മാറണം. പുതിയ മാസം 4-ാം മാസം വലിയ അനുഗ്രഹത്തോടെ കയറട്ടെ. 4-ാം മാസം വിടുതലാവട്ടെ. 4-ാം മാസം സ്ഥിതി മാറട്ടെ. 3-ാം മാസത്തെ മറുപടിയില്ലാത്ത സകല വിഷയത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കരയുന്ന വിഷയം, പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ യേശു ചോദിക്കും, നീ എന്തിനാ കരയുന്നേ? യേശുവിനെ എനിക്ക് കാണണം. യേശുവിനൊന്ന് ദൂതൻ ചോദിച്ചു, സ്ത്രീയെ നീ കരയുന്ന എന്താ? യേശുവിനെ ആരെടുത്തുകൊണ്ട് പോയി. യേശു ചോദിച്ചു, സ്ത്രീയെ നീ എന്തിനാ കരയുന്നേ? തോട്ടക്കാരൻ വിചാരിച്ചു. പക്ഷെ യേശു മറിയെന്ന് വിളിച്ചപ്പോൾ സ്ഥിതിഗതികൾ പാടെ മാറി. സ്ഥിതിഗതികൾ പാടെ മാറി. കംപ്ലീറ്റും സകലതും പാടെ മാറിയതുപോലെ നിങ്ങളുടെ സ്ഥിതിഗതികൾ മാറ്റിമറിക്കുന്ന 4-ാം മാസം മാറ്റിമറിക്കുന്ന ദിവസമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ.